ദൈവത്തിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്തൃകൃപയിൽ ആശ്രയിച്ച് തിരുവചന പഠനത്തിൻ്റെ 47ാമത്തെ ക്ലാസ്സിലേക്ക് നാം അടുത്തു വന്നിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം എന്ന പുസ്തകത്തിൻ്റെ 47ാമത്തെ ക്ലാസ്സിലാണെന്ന് നാം ആയിരിക്കുന്നത്. കഴിഞ്ഞ 46 ക്ലാസ്സുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധനാമം നമുക്ക് തുടർന്നു. ഈ രാത്രിയിലും ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പകരപ്പെടുവാൻ വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. 118 സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനത്തിൻ്റെ പൂർത്തീകരണമാണ് ഈ യോഹന്നാന്റെ സുവിശേഷം 12ാം അധ്യായത്തെ അധികരിച്ചുകൊണ്ട് മറ്റിതര 3 സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന 118 സങ്കീർത്തനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ വചനത്തിൻ്റെ നിവൃത്തീകരണമാണ് 12ാം അധ്യായത്തിൻ്റെ ഇതിവൃത്തമായി യേശു അവരോട് സംസാരിക്കുകയും അത് പൊരുളായി നിവൃത്തീകരിക്കപ്പെടുകയും ചെയ്തതിനെ കുറിച്ചാണ് കഴിഞ്ഞ നമ്മൾ ചിന്തിപ്പാട്ടിടയാത്തുന്നത്. 12ാം അധ്യായം അതിൻ്റെ 13ാം വാക്യത്തിൽ ഈത്തപ്പനയുടെ കുരുത്തോല എടുത്തും കൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. ഹോശന്ന ഇസ്രായേലിൻ്റെ രാജാവായി കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന അവൻ വാഴ്ത്തപ്പെടുമെന്ന് ആർത്തു. യേശു ഒരു ചെറിയ കഴുതക്കുട്ടിയെ കണ്ടിട്ട് അതിന്മേൽ കയറി. സിയോൻ പുത്രി ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടി പുറത്ത് കയറി വരുന്നു എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ ചിന്തിച്ചിരുന്നെങ്കിലും 118 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഭാഗം കൂടി ഒന്ന് ഉദ്ധരിച്ചിട്ട് തുടർന്നുള്ള ചിന്തയിലേക്ക് പ്രവേശിക്കാൻ കർത്താവ് താല്പര്യപ്പെടുകയാണ്. 118 സങ്കീർത്തനം അതിൻ്റെ 24, 25 വാക്യങ്ങളിൽ രേഖപ്പെടുക. 25ാമത്തെ വാക്യം, യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ, യഹോവേ ഞങ്ങൾക്ക് ശുഭത നൽകണമേ, യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. യഹോവ തന്നെ ദൈവം, അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു. യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവേ. നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തി വീട് പണിയെ തള്ളിക്കളഞ്ഞിരിക്കുന്ന കല്ലും മൂലക്കല്ലാത്ത പറഞ്ഞിട്ട് യഹോവയാൽ സംഭവിച്ചു, നമ്മുടേത് ശാശ്വതമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താണ് യഹോവയാൽ സംഭവിച്ചതെന്നുള്ളത് ഇതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം നാം സന്തോഷിച്ച് ആനന്ദിക്കുക. യേശുക്രിസ്തുവിൻ്റെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ കർത്താവ് മഹത്വീകരിക്കപ്പെടാൻ പോകുന്ന മനുഷ്യപാപത്തിന് വേണ്ടി ഭാവപരിഹാരമായി തീരുവാൻ പോകുന്ന ദിവസത്തെ കണ്ടുകൊണ്ടാണ് യഹോവ ഉണ്ടാക്കിയ ദിവസം എന്ന് സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന് പറയുന്നത്. അപ്പം അതിന് മുന്നോടിയായിട്ട് നടക്കുന്ന യേശുവിൻ്റെ രാജകീയ യെരുശലേം പ്രവേശനത്തെക്കുറിച്ചാണ് തുടർന്നുള്ള ഭാഗങ്ങളിൽ നമ്മൾ ചിന്തിച്ചത്. യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ, അതിൻ്റെ ഹോശന്ന എന്ന പേരിൻ്റെ അത് ഹിബ്രു വാക്കാണ്. അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. അപ്പം 118 സങ്കീർത്തനം അതിൻ്റെ 25ാം വാക്യത്തിൽ യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നിടത്ത് അത് ഹീബ്രു ഭാഷയിൽ പറഞ്ഞാൽ ഹോശന്ന എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഹീബ്രു ഭാഷ എഴുതുകയാണെങ്കിൽ അത് ഹോശന്ന എന്നാണ് എഴുതപ്പെടുന്നത്. ഹോശന്ന, യഹോവേ ഞങ്ങൾക്ക് ശുഭത നൽകണമേ എന്നാണ്. അപ്പോൾ അവർ ഈ 118 സങ്കീർത്തനം 25ാം വാക്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പുരുഷാരത്തിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തത്. അവരെന്ത് വിളിച്ചു പറയണമെന്നുള്ള ദൈവാത്മാവാണ് നിയന്ത്രിച്ചത്. ഇവരൊന്നും ഇങ്ങനെ പാടണമെന്നോ പറയണമെന്നോ ഒന്നും വിചാരിച്ചു വന്നവരല്ല. പക്ഷേ എന്ത് പറയണം, എവിടെ ഏത് വാക്കുകൾ ഉച്ചരിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവാണ് ഹൃദയങ്ങളിൽ കൊടുത്തുകൊണ്ടത് സംസാരിപ്പിച്ചത്. അതുകൊണ്ട് കർത്താവ് നിങ്ങൾ പാടിയില്ലെങ്കിൽ, നിങ്ങൾ ആർത്തില്ലെങ്കിൽ കല്ലുകൾ ആർക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ സ്വർഗത്തിൻ്റെ പ്രവൃത്തിയാണ് ഉണ്ടായിരുന്നത്. അല്ലാതെ ഇവിടെ വന്ന പുരുഷാരമെല്ലാം 118 സങ്കീർത്തനം കാണാതെ വായിച്ച് പഠിച്ച് അവർ വന്നവരായിരുന്നില്ല. എന്നാൽ അവരെ കൊണ്ട് ഇത് പാടിക്കത്തക്കവണ്ണമുള്ള ദൈവപ്രവൃത്തിയോട് നടത്തുവാടെ തീർന്നു. 118 സങ്കീർത്തനത്തിൻ്റെ ഹോശന്ന എന്നവർ പറയുകയാണ്, യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ, യഹോവേ ഞങ്ങൾക്ക് ശുഭത നൽകണം. എന്നാൽ യഹോവേ ഞങ്ങൾക്ക് ശുഭത നൽകണമേ എന്നുള്ള ഭാഗം ഇവിടെ പറഞ്ഞിട്ടില്ല. ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നമുക്കറിയാം യേശു കർത്താവിന്റെ 1ാമത്തെ വരവോടുകൂടി രക്ഷയുടെ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെട്ടു. എന്നാൽ നമുക്കിതുവരെയും സ്വസ്ഥത അല്ലെങ്കിൽ ശുഭത വന്നിട്ട്. എന്നാൽ കർത്താവ് കൂടി 1000 ആണ്ട് വാഴുന്ന 2ാമത്തെ വരവിലാണ്
ഇവിടെ ശുഭതയുള്ള സ്വസ്ഥതയുള്ള എല്ലാവർക്കും സമാധാനമുള്ളൊരു ഭരണം ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. അത് നിവർത്തിയിരിക്കും. അതുകൊണ്ടാണ് ആ ഭാഗം ഇവിടെ എടുക്കാതിരുന്നത്. എന്നാൽ യഹോവയെ രക്ഷിക്കണമേ ഹോശന്ന എന്നവർ പാടി ആർക്കുമ്പോൾ ആ വചനം ഒന്നാമത്തെ ഒരു നിവൃത്തിയിരിക്കപ്പെട്ടു. നമുക്കറിയാം ഇപ്പോഴും ഒരു ശുഭത വന്നിട്ടില്ല. എന്നാൽ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ശുഭത നൽകുന്നുണ്ട്. എത്ര കലങ്ങി മറിഞ്ഞ വിഷയമാണെങ്കിലും അതിനകത്തെല്ലാം ദൈവം നമ്മളെ രക്ഷിച്ച് നമുക്ക് ശുഭത നൽകുന്നുണ്ട്. എന്നാൽ ലോകപരമായിട്ട് അല്ലെങ്കിൽ രാജ്യത്വപരമായിട്ട് ദൈവരാജ്യം സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അത് ആത്മീയമായിട്ടൊരു ദൈവരാജ്യമേ സ്ഥാപിതമാക്കപ്പെട്ടുള്ളൂ. അതുകൊണ്ട് വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, പ്രത്യാശയുണ്ട്, നമുക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ശുഭതയുണ്ടെങ്കിലും പൊതുവായിട്ട് ലോകത്തിൽ നോക്കുമ്പോൾ ശുഭത വന്നിട്ടില്ല. എന്നാൽ അത് വരുന്നത് കർത്താവ് രണ്ടാമത്തെ വരവിന് ശേഷമാണ്. 1000 ആണ്ട് കർത്താവിടെ ഭൂമിയിൽ വാഴുമ്പോൾ രാജാവായി വരുമ്പോൾ അന്ന് ദൈവത്തിൻ്റെ ശുഭതയായ അല്ലെങ്കിൽ സ്വസ്ഥമായ ദൈവരാജ്യം അക്ഷരികമായി ഇവിടെ സ്ഥാപിതമാക്കപ്പെടും എന്നുള്ളതും ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, ഞാൻ യഹോവയുടെ ആലയത്തിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ അവർ പറയുകയാണ്, യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, യഹോവയുടെ ആലയത്തിൽ നിന്ന് ഞങ്ങളെ യഹോവ തന്നെ ദൈവം, അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു. 27-ാം വാക്യമാണ് തുടർന്ന് കർത്താവ് പ്രകാശത്തോടുള്ള ബന്ധത്തിൽ പറയുന്നത്. അത് നമ്മളത് വായിക്കാം. പക്ഷേ ഈ ഭാഗം എടുത്ത് വായിക്കുമ്പോൾ യേശുക്രിസ്തു ആ സന്ദർഭത്തോടുള്ള ബന്ധത്തിൽ 118-ാം സംഗീതത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളുമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ തുടർന്ന് പറഞ്ഞിരിക്കുന്നത്, യാഗപീഠത്തിലെ കുമ്പോളോളം യാഗപ്പശുവിനെ കയറുകൊണ്ട് കെട്ടുകയെന്ന് കർത്താവ് പറഞ്ഞു, ഞാൻ മകത്തിരിക്കപ്പെടാൻ പോവുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം യേശു യാഗമായി തീരുവാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ, നീ ദൈവമാവുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും, നിന്റെ ദൈവമാവുന്നു, ഞാൻ നിന്നെ പോയിട്ട് അതാവാൻ ദൈവത്തോട് അവൻ അപേക്ഷിക്കുന്നതായിട്ട് നമുക്ക് തുടർന്ന് അവിടെ കാണാം. ഇപ്പം 118-ാം സംഗീതത്തെ ആസ്പദമാക്കിയുള്ള ഒരു ചിന്തയാണ് ഈ പറഞ്ഞിരിക്കുന്ന യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ദൈവം വെച്ചാൽ സങ്കീർത്തന പുസ്തകങ്ങളെ കുറിച്ചുള്ള പഠനം നടത്തണമെന്നും ആഗ്രഹിക്കുന്നതാണ്. സങ്കീർത്തനം നമ്മളെപ്പോഴും വായിക്കുന്നുണ്ടെങ്കിലും അതിൽ മറിഞ്ഞിരിക്കുന്ന ദൈവിക മർമ്മങ്ങൾ വളരെയധികം വലുതായിട്ടുള്ള കാര്യങ്ങളാണ്. അത് വേണ്ട രീതിയിൽ ഒന്ന് ആലോചിച്ച് പഠിച്ചെടുക്കേണ്ട വിഷയമാണ്. നമ്മൾ 118-ാം സങ്കീർത്തനത്തെ ആസ്പദമാക്കി അതിൻ്റെ ഇതിവൃത്തമാണ് 12-ാം യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം എന്ന് പറയുമ്പോൾ ഇത് യേശുക്രിസ്തു തന്നെ ആ വിഷയങ്ങളെല്ലാം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് ആർക്കും അതങ്ങ് മനസ്സിലാക്കാൻ കഴിയത്തില്ല. എന്നാൽ അത് ദൈവാത്മാവിൻ്റെ പ്രകാശം ലഭിക്കുമ്പോൾ മാത്രമേ ഏതിനോട് ചേർന്ന് കിടക്കുന്നു എന്നുള്ളത് നമുക്ക് കണ്ടെത്തി ഭക്ഷിക്കാൻ കഴിയുള്ളൂ, മനസ്സിലാക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ. അതാണ് ദൈവജന പഠനത്തിൻ്റെ പ്രത്യേകത. ഞാൻ സങ്കീർത്തനങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് സങ്കീർത്തന ഭാഷ്യങ്ങൾ, സങ്കീർത്തന പുസ്തകങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ യഥാർത്ഥത്തിൽ സങ്കീർത്തനം എന്നുള്ളത് കർത്താവ് പറഞ്ഞു, സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും തിരുവെഴുത്തുകളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് എല്ലാ സങ്കീർത്തനങ്ങളും. അതിലെ ആഴമേറിയ കാര്യങ്ങളും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഈ വചനങ്ങളെ എടുത്ത് ഒന്നിനോടൊന്ന് ബന്ധപ്പെടുത്തി പഠിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക. ഞാനിപ്പം സങ്കീർത്തനം 118-ാം സങ്കീർത്തനം വായിച്ചിട്ട് ഈ ഒരൊറ്റ വാക്യം മാത്രമല്ല അതിന് തുടർന്നുള്ള എഴുതിയിരിക്കുന്ന ഭാഗങ്ങളും കർത്താവ് വന്ന് സംസാരിച്ച് ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തുടർന്നുള്ള പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഹോശന്ന എന്ന് പറയുമ്പോൾ യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ. ഇപ്പോൾ കർത്താൻ ഒന്നാമത്തെ വരവ് രക്ഷയായിരുന്നെങ്കിൽ കർത്താൻ രണ്ടാമത്തെ വരവ് സ്വസ്ഥതയുള്ള ശുഭതയുള്ള ദൈവരാജ്യം ഈ ലോകത്തിൽ സ്ഥാപിതമായി തരും. ഇന്ന് പ്രശ്നകലുഷിതമായിരിക്കുന്ന സംഭവങ്ങൾ കൊണ്ട് വല്ലാതെ ആയിരിക്കുന്ന കൊലപാതകങ്ങളും മറ്റ് മ്ലേച്ഛ പ്രവൃത്തികളും പാപം കൊണ്ടും സുബോധമില്ലായ്മ കൊണ്ടും വല്ലാതെ കലങ്ങി മറിഞ്ഞിരിക്കുന്ന വഷളത്വം നിറഞ്ഞിരിക്കുന്ന ചെളി പോലുള്ള ലോകത്തിൻ്റെ അന്തരീക്ഷം ഓരോ ദിവസം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശുക്രിസ്തു ലോകത്തിൽ വന്നതിന് ശേഷമായി ലോകത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ലോകത്തിലുണ്ടായി. കർത്താവിൻ്റെ ഈ ലോക പ്രവേശന മുഖാന്തരമായി ക്രിസ്തു ലോകത്തിൽ വന്നതിന് ശേഷമായി ലോകത്തിൽ വെളിച്ചം വ്യാപരിച്ചെന്നാൽ അന്ധകാരം വരുവാൻ പോകുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാൻ കഴിയാത്ത എളിൻ്റെ വ്യാപാര ശക്തി വരുന്നതിനുള്ള കാര്യങ്ങളാണിപ്പോൾ നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഈ സന്ദർഭങ്ങൾ കാണുമ്പോൾ വളരെ വേഗത്തിൽ കർത്താൻ സഭ എടുക്കപ്പെട്ട ശേഷമായി കേവലം 7 വർഷത്തിനുള്ളിൽ ലോകം അന്ധകാരത്തിലായിത്തീരുമെന്നാൽ അതിന് ശേഷമായി
ക്രിസ്തു വീണ്ടും ഈ ലോകത്തെ വെളിച്ചമാക്കി മാറ്റുമെന്നുള്ളതും അത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ പറയുന്ന പ്രശ്നകലുഷിതമായിരിക്കുന്ന കാര്യങ്ങൾ അത് വർദ്ധിച്ചു വരികയുള്ളൂ. ഇന്ന് കാണുന്ന എല്ലാ ദൈവ ദൈവവിശ്വാസികളും ദൈവവിശ്വാസങ്ങളും അത് നഷ്ടപ്പെട്ടു പോകുവാൻ അതിനധികം താമസം വേണ്ട. കർത്താവ് വരുന്നതിന് മുമ്പായി ഇവിടെ വിശ്വാസം കണ്ടെത്തുകയില്ല. മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് സംഭവിക്കും. നമുക്കറിയാം, ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ, മറ്റുള്ള വികസിത രാജ്യങ്ങളൊക്കെ ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ദൈവത്തെ വേണ്ട എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം നമ്മൾ ഈ മതപരമായിട്ടുള്ള കണക്കുകൾ ചിന്തിക്കുമ്പോൾ ദൈവവിശ്വാസികളുടെ എണ്ണം വികസിത രാജ്യങ്ങളിൽ തുലവും കുറവായിരിക്കും. അവർക്ക് വേണ്ട എന്നുള്ളൊരു നിലവാരത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും അധികമായി നമുക്ക് കാണാൻ സാധിക്കുന്ന വേഗത്തിൽ പെട്ടെന്ന് അപ്രത്യക്ഷമാകാൻ പോകുന്നത് ക്രിസ്തീയ വിശ്വാസം, ക്രിസ്ത്യ മതമായിരിക്കും. ക്രിസ്തീയ മതത്തിൻ്റെ ഇല്ലായ്മ അല്ലെങ്കിൽ അതിനെ അപ്രത്യക്ഷമാകുന്ന കാര്യങ്ങൾ നടക്കും. പക്ഷെ അതുകൊണ്ട് മറ്റുള്ള മതങ്ങൾ ഒന്നും സന്തോഷിക്കേണ്ട. അത് ആദ്യ സമയങ്ങളിൽ അവർക്കൊക്കെ സന്തോഷമായിരിക്കുമെങ്കിലും ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോൾ അവൻ തന്നെ ദൈവമായി പ്രഖ്യാപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ലോകം പൂർണ്ണമായി ഉള്ളിലേക്ക് പോവുകയും അതിനുശേഷമായി നമുക്ക് യേശു കർത്താവ് രണ്ടാമത്തെ വരവോടുകൂടി ശുഭത നൽകുന്ന ഒരു രാജ്യം യേശു സ്ഥാപിക്കുമ്പോൾ മറ്റൊരു നാമം ഇവിടെ കാണുകയില്ല. ഏകനാമം മാത്രമേ കാണുകയുള്ളൂ. അത് യേശു എന്ന രക്ഷകന്റെ നാമമായിരിക്കും. അതാണ് അപ്പോസ്തലനായ പത്രോസ് വിളിച്ചു പറഞ്ഞത്, ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശു എന്ന നസ്രയന്റെ നാമം മാത്രമേ ഉള്ളൂ. ആ ഏക നാമത്തിലേക്ക് അന്ന് അവിടെ പറഞ്ഞു തുടങ്ങിയ ആ നാമം അത് പ്രത്യക്ഷമായിട്ട് അക്ഷരികമായിട്ട് ഇന്ന് കാണുന്ന ഒരുപാട് നാമങ്ങൾ, ദൈവങ്ങളെന്നും വിശ്വാസങ്ങളെന്നും മതങ്ങളെന്നും ഒക്കെ പറയുന്നെല്ലാം മാറ്റി യേശു തൻ്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കുമ്പോൾ അന്ന് മറ്റൊരു നാമങ്ങൾ കാണുകയില്ല. അവിടെ ഇത് സംഭവിക്കുന്ന ഒന്നും കണ്ടുകൊണ്ട് നാം ഭാരപ്പെടുകയോ നിരാശപ്പെടുകയോ അല്ല ചെയ്യേണ്ടത്. കർത്താവിൻ്റെ വചനം നിവൃത്തിയിരിക്കപ്പെടുന്നല്ലോ എന്നോർത്തുകൊണ്ട് യേശുവിൻ്റെ അതിനോട് ചേരുവാൻ വേണ്ടി വാഞ്ചിക്കുകയാണ് നാം അനുദിനം ചെയ്യേണ്ടത്. ഞാൻ ഇത്രയും പറഞ്ഞത് ഈ കാലഘട്ടത്തെ ചിന്തിക്കുമ്പോൾ നമ്മൾ ലോക സുവിശേഷീകരണത്തിന് വേണ്ടി നാം വളരെയധികം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിനുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് നമ്മൾ ഗ്രഹിച്ചെടുക്കണം, മനസ്സിലാക്കണം. കാരണം അത് കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനപ്രകാരം ലോകത്തിൻ്റെ എല്ലാ അറ്റത്തോളം യേശുവിൻ്റെ വചനം എത്തിച്ചേരും. അതോടൊപ്പം തന്നെ വിശ്വാസത്യാഗം സംഭവിക്കുകയും ചെയ്യും എന്നുള്ളതും ഈ രാത്രിയിൽ ഗ്രഹിച്ചെടുക്കണമെന്നാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് ദൈവസഭയെ ഒരുക്കി തികവിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് ദിവസങ്ങളിൽ ആ തികവിലേക്ക് എത്തുവാൻ കർത്താവിൻ്റെ സഭയോട് മണവാട്ടിയായി തീരുവാൻ, തികഞ്ഞവരുടെ കൂട്ടത്തിലായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് സഹായിക്കട്ടെ എന്നും ഇത്തരണത്തിൽ ഞാൻ ഈ തിരുവചനമായി പഠിക്കുന്ന എല്ലാവരെയും ഓർപ്പിക്കുന്നു. ഇപ്പം ഇവിടെ കഥ പറഞ്ഞ അതേ പഴയ നിയമത്തിൽ പ്രവാചകന്മാരായിരിക്കുന്ന പാട്ടുകാർ സങ്കീർത്തനങ്ങളിലൂടെയും ജീവിതത്തിലൂടെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നന്നായി പൂർത്തീകരിക്കപ്പെടുമ്പോൾ അത് ഏത് സമയത്ത് എന്ത് പൂർത്തീകരിക്കപ്പെടുന്നു അത് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കഴുതക്കുട്ടി അയച്ചുകൊണ്ട് വന്നെങ്കിലും സിയോൻ പത്തിയോടുള്ള ബന്ധത്തിൽ മാത്രമാണ് യേശു ചെറുകഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയിരിക്കാൻ ഇടയാക്കുന്നത്. വിശിഷ്ട മുന്തിരിവള്ളിയോട് ചെറുകഴുതക്കുട്ടിയെ ബന്ധിക്കുന്നുവെന്ന വചനപ്രകാരമാണ് അത് സംഭവിച്ചെന്നുള്ളതും പല രാത്രി നാം ചിന്തിപ്പാനായിട്ട് ഇടയാത്തുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുന്നത് 12-ാം അധ്യായം 16 വാക്യങ്ങളിൽ ഇത് അവൻ്റെ ശിഷ്യന്മാർ ആദിയിൽ ഗ്രഹിച്ചില്ല. യേശുവിന് തേജസ്കരണം വന്ന ശേഷം അവനെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്നും ഞങ്ങൾ അവന് ഇങ്ങനെ ചെയ്തുവെന്നും അവർക്ക് ഓർമ്മ വന്നു. അപ്പോൾ ഈ 118 സംഗീതം ഞാൻ പറഞ്ഞത് അവരത് അറിഞ്ഞുകൊണ്ട് ചെയ്തത്. ഞാൻ ആദ്യം പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. കാരണം ഇവരത് അറിഞ്ഞിട്ട് ചെയ്യുന്നതല്ല, എന്നാൽ അവരെ കൊണ്ട് അങ്ങ് ചെയ്യിപ്പിക്കുകയാണ്. നമ്മളും ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് നമുക്കറിയത്തില്ല അപ്പോൾ എന്താണെന്നുള്ളത്. എന്നാൽ പിന്നീട് മനസ്സിലാകും ദൈവമായിരുന്നു ഇതിൻ്റെ പിമ്പിൽ പ്രവർത്തിച്ചെന്നുള്ളത്. ഇന്ന് പ്രധാന വേലയ്ക്ക് ഇറങ്ങിയവരും അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയവരും വിശ്വാസി വന്നവരുമൊക്കെ
ഒന്ന് പുറകോട്ട് ചിന്തിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴേ മനസ്സിലാകുകയുള്ളൂ എന്തായിരുന്നു ആ കാര്യങ്ങളുടെയൊക്കെ പിമ്പിലുള്ള ദൈവിക ഉദ്ദേശം എന്നുള്ളത്. അന്ന് നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലായില്ല, പക്ഷെ ഇപ്പോൾ നമുക്ക് മനസ്സിലാകും. ജോലി വിട്ടിറങ്ങിയതും ദൈവത്തിന് വേണ്ടി വേല ഇറങ്ങിയതൊന്നും നമുക്കന്നേരം ഒന്നും യഥാർത്ഥമായ ഒരു കാര്യം അറിയത്തില്ല, എന്തിനു വേണ്ടിയാണെന്ന് അറിയത്തില്ല. എന്നാൽ ഇന്ന് നാം പുറകോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അന്ന് അത് ചെയ്തെടുപ്പിച്ചത് എൻ്റെ കഴിവുകൊണ്ടായിരുന്നില്ല, ഞാൻ ചിന്തിച്ചതായിരുന്നില്ല, ദൈവം ചെയ്യിപ്പിച്ചതാണ്. ഇപ്പോൾ ഈ ശിഷ്യന്മാർ ഇങ്ങനെ ഈ കഴുതയും കഴുതക്കുട്ടി അഴിച്ചുകൊണ്ട് വന്ന് വസ്ത്രമൊക്കെ വിരിച്ച് പുരുഷാരമെല്ലാം ഹോശന്ന എന്ന് പറഞ്ഞ് അവർ പുരുഷാരം ആർത്ത് വലിയ ഒരു പുരുഷാരം യെരൂശലേം നഗരം മുഴുവൻ ഇളകി എന്നാണ് പറഞ്ഞത്. അവൻ ദേവാലയത്തിൽ കടന്നപ്പോൾ അവരെല്ലാവരും ചോദിക്കുകയാണ്, ഇവൻ ആരാണ്? അവൾ പറഞ്ഞു, നസറേയനായിരിക്കുന്ന യേശു, ഗലീലയിൽ നിന്നുള്ള പ്രവാചകൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഗലീലയിൽ നിന്ന് പ്രവാചകൻ ഉണ്ടാകുമെന്ന് ചോദ്യമുണ്ടായപ്പോൾ പുരുഷാരം അവിടെ ആർത്ത് പറയുകയാണ്, ഇവൻ ഗലീലയിൽ നിന്നുള്ള പ്രവാചകനായിരിക്കുന്ന യേശുവാണ്. അവൻ ചെയ്ത അത്ഭുതങ്ങളെ വർണ്ണിച്ചുകൊണ്ടാണ്, വീര്യപ്രവർത്തി ഓർത്തുകൊണ്ടാണ് ഒലിവുമലയുടെ ഇറക്കമിറങ്ങുമ്പോൾ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ പുരുഷാരത്തിന്റെ ഹൃദയത്തിലേക്ക് സ്വർഗം യേശു ചെയ്ത വീര്യപ്രവർത്തികളെ അവരുടെ ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ വലിയ ആർത്തിരമ്പുന്ന ഒരു വെള്ളച്ചാട്ടം പോലെ ജനത മുഴുവനും പുരുഷാരം മുഴുവൻ ഒരുമിച്ച് ഗോശന്ന എന്ന് പറഞ്ഞുകൊണ്ട്, ദാവീദിന്റെ പുത്രൻ ഗോശന്ന, പിതാവിന്റെ നാമത്തെ വരും ദൈവത്തിന്റെ നാമത്തെ വരും വാഴ്ത്തപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെള്ളച്ചാട്ടത്തെ ഒഴുക്ക് പോലെ ഒലിവുമലയുടെ ഇറക്കമിറങ്ങി വരുന്ന സന്ദർഭം കണ്ടു കഴിഞ്ഞപ്പോൾ യെരൂശലേം ഇളകിപ്പോയി. അവിടെയുള്ള പരീശന്മാർ വിറങ്ങലിച്ചു പോയി പറയുകയാണ്, ലോകം അവന്റെ പിന്നാലെയായിപ്പോയി, നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലോ എന്ന്. ഇങ്ങനെ ആൾക്കാരെ അവിടെ കൂട്ടി വരുത്തിയതും ഇവരുടെ ഹൃദയത്തിൽ ദൈവം കൊടുത്തതും എല്ലാം ദൈവത്തിന്റെ പദ്ധതികളായിരുന്നു. അതുകൊണ്ടാണ് ശിഷ്യന്മാർ അവരൊന്നും ചെയ്ത് അറിഞ്ഞില്ല. അവർ കഴുതയെ കൊണ്ടുവന്നു. അങ്ങനെ ഇത് കൊണ്ടുവന്നപ്പോൾ സെക്രട്ടറി 9-ാം അധ്യായത്തിൽ എഴുതിക്കുന്ന 9-ാമത്തെ വാക്യത്തിലെ വാക്യമാണെന്നോ, അല്ലെങ്കിൽ ഈ ഉൽപ്പത്തി പുസ്തകം 49-ാമത്തെ അധ്യായത്തിൽ യാക്കോബ് തൻ്റെ മക്കളെ കുറിച്ച് പറഞ്ഞ പ്രവചനത്തിന്റെ ഭാഗമാണെന്നോ ഒന്നും അവർക്കറിയത്തില്ലായിരുന്നു. എന്നാൽ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ ശേഷമായി, യേശു തേജസ്കരണം പ്രാപിച്ച ശേഷമായി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിലേക്ക് വന്നപ്പോഴാണ് ഇവർ ചെയ്തത് ഇന്നതായിരുന്നു എന്നുള്ളത് വെളിപ്പെടുത്തി കൊടുത്തത്. അതിനുശേഷമാണ് യോഹന്നാൻ ഈ കാര്യങ്ങളൊക്കെ രേഖ എന്ന് പറഞ്ഞ സുവിശേഷന്മാർ ഇത് എഴുതിയപ്പോൾ ഇന്നിന്ന കാര്യങ്ങൾ സംഭവിച്ചത് ഇന്ന വചനങ്ങളോടുള്ള ബന്ധത്തിലായിരുന്നു, അഥവാ 118-ാം സംഖ്യത്തോടുള്ള ബന്ധത്തിലായിരുന്നു അന്ന് ഞങ്ങൾ ഇത് ചെയ്തെന്നുള്ളത് പിന്നീടാണ് അവർക്ക് മനസ്സിലായത്. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന ദൈവനാമത്തിന് വേണ്ടി ചെയ്യുന്നത് ഇപ്പോൾ നമുക്കത് മനസ്സിലാകത്തില്ല. എന്നാൽ കുറെ കഴിയുമ്പോൾ മനസ്സിലാകും, അന്ന് ഇന്ന സംഭവം ഉണ്ടായത്, അന്ന് ഞാൻ തകർന്നു പോയത്, അന്ന് വിഷയമുണ്ടായത്, ഭാരമുണ്ടായത് എന്നെ ദൈവം ചില മേഖലകളോട് ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നു, ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയായിരുന്നു. ദൈവം നമ്മളെ ഉപയോഗിച്ച കാര്യങ്ങളെ നമുക്ക് പിന്നീട് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. ശിഷ്യന്മാർക്ക് അത് മനസ്സിലായത് പിന്നീടാണ്. അവർ തങ്ങൾ അവനെ ഇങ്ങനെ ചെയ്തുവെന്നും അവർക്ക് ഓർമ്മ വന്നു. അവൻ ലാസറെ കല്ലറയിൽ നിന്ന് വിളിച്ച് മരിച്ചവരിൽ എഴുന്നേൽപ്പിച്ചപ്പോൾ അവനോട് കൂടി ഉണ്ടായിരുന്ന പുരുഷാരം സാക്ഷ്യം പറഞ്ഞു. ഈ ലാസറിന്റെ ഉയർപ്പാണ് ഈ യേശുവിന്റെ രാജകീയ പ്രവേശനത്തിന് കാരണമായി തീരുവാനുള്ള പ്രധാന സംഭവമായി തീർന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം കല്ലറയിൽ അടക്കപ്പെട്ട ഗുഹയ്ക്കകത്ത് വെച്ച് കല്ലുകൊണ്ട് അടച്ചു വെച്ചിരുന്ന, തീർന്നുപോയി എന്ന് വിചാരിച്ചിരുന്ന, പേര് വിളിക്കാൻ പോലും സാധ്യമല്ലാത്ത ആ ലാസറിന്റെ പേര് യേശു വെളിപ്പാടെ തോന്നുന്നു. നമുക്കറിയാം, സാധാരണ ശവക്കല്ലറയുടെ മുമ്പിൽ പേരും ഡേറ്റും മരണ ദിവസമൊക്കെ എഴുതി വയ്ക്കും. എന്നാൽ യേശു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അങ്ങനെ എഴുതി വെച്ച അല്ലെങ്കിൽ തീർന്നുപോയ ഒരു ലാസറിനെ യേശു പേർ വിളിച്ചു. അവൻ്റെ ജനിച്ച ദിവസവും മരിച്ച ദിവസവും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ മറ്റൊരു ദിവസം കൂടി അവിടെ വെളിപ്പെട്ടു. അവൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റൊരു ദിവസം കൂടി. അത് ഇപ്പോഴുള്ള ലോകത്തുള്ള എല്ലാ കല്ലറകളിലും ഇല്ല. നമുക്ക് കാണാൻ സാധിക്കുന്നത്, അങ്ങനെ മരിച്ച ലാസർ 4 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റപ്പോൾ
അവൻ വീണ്ടും മരിച്ചവൻ കല്ലറ അടക്കപ്പെട്ടു. എന്നാൽ ഒരേ ഒരു കല്ലറ മാത്രമേ ഉള്ളൂ ലോകത്തിൽ തുറക്കപ്പെട്ടതായി കിടക്കുന്നത്. അത് നാസനായ യേശുവിൻ്റെ കല്ലറയാണ്. അവൻ മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തിനേറ്റ്. അത് അടഞ്ഞു കിടക്കുകയല്ല, തുറന്നു കിടക്കുന്ന കല്ലറ ഒന്ന് മാത്രമേ ഉള്ളൂ. ലാസറിന്റെ കല്ലറ വീണ്ടും അടയപ്പെട്ടു. ലാസർ എഴുന്നേറ്റു. അഥവാ യേശു ഉയർപ്പിച്ച മണ്ണത്തുനിന്ന് പുനരുത്ഥാനം കൊണ്ടുവന്ന എല്ലാ വ്യക്തികളും വീണ്ടും മരിക്കപ്പെടുവാടേത്ത് വന്നു. അവരുടെ എല്ലാം കല്ലറ അടഞ്ഞു. അതുകൊണ്ടാണ് സർവ്വ കല്ലറ അടഞ്ഞു കിടക്കുമ്പോൾ ഒരുവന്റെ കല്ലറ മാത്രമേ തുറന്നു കിടക്കുന്നുള്ളൂ. അപ്പോൾ ഈ ജനത മുഴുവനും കണ്ടത്, അന്ന് വരെ കണ്ടിരുന്നത്, എല്ലാ കല്ലറകളും അടയപ്പെട്ട് കിടന്നപ്പോൾ അവിടെ എല്ലാ പേരുകളും 2 തീയതികളിൽ മാത്രമായി ഒതുങ്ങി നിന്നപ്പോൾ, ജനനവും മരണവുമായി നിന്നപ്പോൾ യേശു അതിനെ തിരുത്തുവാനിടയെത്തുന്നു, അതിനെ മാറ്റുവാനിടയെത്തുന്നു. യേശു ലാസറിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ ഈ ഭൂമിയിലെ ജീവിതത്തിൽ, അവൻ ശരീരത്തിൽ വീണ്ടും ജീവിക്കുവാനിടയെത്തുന്നു. അതുകൊണ്ടാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ടതായിട്ട് വന്നില്ല. യഹൂദന്മാരെ കുറിച്ചുള്ള പേടി അവരെ വിട്ടുമാറി. ആ പരീശന്മാരെ കുറിച്ചുള്ള ചിന്തകൾ എല്ലാം വിട്ടുമാറി. യേശു ചെയ്ത അത്ഭുതത്തെ ഓർത്തു കഴിഞ്ഞപ്പോൾ അവരുടെ വായകൾക്ക് അത് തുറക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവർ വായെ വിസ്താരത്തിൽ തുറന്നു. ദൈവം അവരുടെ വായെ നിറയ്ക്കുവാനിടയാത്തി. എന്താ പറയുന്നത്? എൻ്റെ വായെ വിസ്താരത്തിൽ തുറക്കുക, യഹോവ അതിനെ നിറയ്ക്കുമെന്ന്. അവർ വാ വിസ്താരത്തിൽ തുറന്നപ്പോൾ ദൈവത്തിന്റെ വചനം അവർ അതിശക്തിയോടെ ഘോഷിച്ചു. 118 സങ്കീർത്തനം അവർ അതിശക്തിയോടെ ഘോഷിച്ച് ആ ഒലിവുമലയുടെ ഇറങ്ങി വരുമ്പോൾ ദൈവത്തിന്റെ വലിയ ഘോഷമുണ്ടാകുവാനിടയെത്തുന്നു. അതിന് കാരണമായി തീർന്നത് ലാസറിന്റെ ഉയർപ്പായിരുന്നു. ലാസറിന്റെ ഉയർപ്പ് എന്നുള്ള സംഭവം ചെറിയൊരു സംഭവമായി അല്ലായിരുന്നു. അന്ന് വരെ ഉണ്ടായിരുന്ന സകല ലിഖിത പ്രമാണങ്ങളെ തിരുത്തി എഴുതി യേശു പുനരുത്ഥാനത്തിന്റെ ദൈവമാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തത് കൊണ്ടാണ് ഇത്രയും അധികം ഒരു ജനസമൂഹം, പുരുഷാരം, യഹൂദന്മാരുടെ സകല വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് യേശുവിന്റെ പിന്നാലെ അവനെ രാജാവായി പ്രഖ്യാപിച്ചുകൊണ്ട് അവർ യെരുശലേമിലേക്ക് യാത്ര നടത്തുവാൻ അവനോട് കൂടെ നിന്നത്. ഇതേക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവർക്ക് ലാസറെ കല്ലറയിൽ നിന്ന് വിളിച്ച് മരിച്ച് എഴുന്നേൽപ്പിച്ചപ്പോൾ അവനോട് കൂടെ ഉണ്ടായിരുന്ന പുരുഷാരം സാക്ഷ്യം പറഞ്ഞു. എന്നാൽ ഈ സാക്ഷ്യം പറയുന്ന പുരുഷാരം അന്നൊരു സമയത്തേക്ക് മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ യേശു പിന്നീട് സംസാരിക്കുമ്പോൾ ഇതെല്ലാം മാറും. അവരുടെ വിശ്വാസം പോയി പോകും. പിന്നെ ഇവര് തന്നെ കള്ളസാക്ഷ്യം പറയാൻ വേണ്ടി അടുത്ത് വരും. ഞാൻ പറഞ്ഞല്ലോ, ഈ പുരുഷാരം ഏത് വിധത്തിൽ വേണമെങ്കിലും മാറുന്നവരാണ്. ഇന്ന് വേണേൽ കൂടെ നിൽക്കും, നാളെ വേണമെങ്കിൽ മാറി നിൽക്കും. ഞാൻ പറഞ്ഞല്ലോ, എന്നാൽ ദൈവത്തിന്റെ ഉദ്ദേശം ഉള്ള ദൈവമക്കൾക്ക് അങ്ങനെ മാറാൻ കഴിയത്തില്ല. അവർ പറയുന്ന സാക്ഷ്യം സത്യമായിരിക്കും, എന്നേക്കുമുള്ളതായിരിക്കും. ഇന്ന് ഈ സത്യ സുവിശേഷത്തിന്റെ സാക്ഷ്യം പറയുന്നവർ അവര് എന്നും സാക്ഷ്യം പറയുന്നത്. ലാസറിനെ മരിച്ചവൻ എഴുന്നേൽപ്പിച്ചവർ സാക്ഷ്യം പറഞ്ഞെങ്കിൽ നമ്മുടെ സാക്ഷ്യം മരിച്ച് എഴുന്നേറ്റ ലാസറിന്റെ സാക്ഷ്യമല്ല ഞാനും നിങ്ങളും സാക്ഷ്യം പറയുന്നത്. അന്ന് അവർക്ക് പറയാനുണ്ടായിരുന്ന സാക്ഷ്യം ലാസർ ഉയർത്തുന്നൊരു വിഷയമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിന്റെ സാക്ഷ്യം എന്നേക്കും ജീവിക്കുന്ന യേശു മരിച്ചവരിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിച്ച് എന്നേക്കും ജീവിക്കുന്നു എന്നുള്ള സാക്ഷ്യമാണ് പുതിയ നിയമസഭയ്ക്ക് തന്നിട്ടുള്ളത്. ആ സാക്ഷ്യം മാറാത്തതാണ്, മാറിപ്പോകാത്തതാണ്. ആ സാക്ഷ്യമാണ് നിത്യസാക്ഷ്യമായിട്ടുള്ളത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സാക്ഷ്യം യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറയുവാനാണ്. നമുക്ക് തന്നിരിക്കുന്ന സാക്ഷ്യം ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറയുവാനാണ്. അന്നത്തെ ജനം സാക്ഷ്യം പറഞ്ഞത് ലാസറിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞെങ്കിൽ അത് പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിൽ യേശു അവിടേക്ക് കടന്നു വരുമ്പോൾ അതൊരു സൂചനയായിരുന്നു. യേശു മരണത്തെ ജയിച്ചുയർത്തിനേറ്റ് എന്നേക്കും ജീവിക്കുന്നതിനായി തീരുവാനുള്ള ഒരു യാത്രയിലാണ് യേശു ആയിരുന്നുള്ളതാണ് ഇവിടെ ഈ സന്ദർഭം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നത്. തുടർന്നുള്ള വചനത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ തിരുവചന സത്യത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുന്നത്, അവനോട് സാക്ഷ്യം പറഞ്ഞു അവൻ ഈ അടയാളം ചെയ്ത പ്രകാരം പുരുഷാരം കേട്ടിട്ട് അവനെ എതിരേറ്റ് ചെന്നു. ആകയാൽ പരീശന്മാർ തമ്മിൽ ഇപ്പോൾ യേശുവിനെ എതിരേറ്റ് ചെന്നു. ഈ ശബ്ദം കേൾക്കുമ്പോൾ മുമ്പിൽ നിന്നും പുറകിൽ നിന്നും
ഒരു കൂട്ടം ആൾക്കാർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം യേശു മുൻപോട്ട് വരുമ്പോൾ അവിടെ നിന്ന് ഒരു കൂട്ടം ആൾക്കാർ അവനെ കൊണ്ടുവരുന്നെങ്കിൽ ഈ ശബ്ദം കേട്ട് ഒരു കൂട്ടം ആൾക്കാർ യെരൂശലേമിൽ നിന്ന് അവനെ എതിരേൽപ്പാനായിട്ട് വന്നു. രാത്രിയിൽ നമ്മുടെ ആത്മാവിലൂടെ കാണണം. അപ്പോൾ ക്രിസ്തു അവിടുന്ന് ഈ ഒലിവുമലയുടെ അരക്കമിറങ്ങി യെരൂശലേമിലേക്ക് വരുമ്പോൾ വലിയൊരു ആർത്തു വിളിച്ച ജനസമൂഹം മുമ്പോട്ട് വരുമ്പോൾ അതിൻ്റെ അവരെ സ്വീകരിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ യെരൂശലേമിൽ നിന്ന് അവനെ വന്ന് എതിരേറ്റ് യെരൂശലേമിലേക്ക് കൊണ്ടുപോകുന്ന സന്ദർഭമാണ് ഉണ്ടാകുന്നത്. മുമ്പിലും പിമ്പിലുമായി നടന്ന് ഹോശന്നാ പാടിക്കൊണ്ട് യേശുവിനെ അവിടേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി സ്വർഗം അവിടുത്തെ പുരുഷാരത്തെ അന്ന് സജ്ജമാക്കിയിരുന്നു. യേശുവിന് വേണ്ടി അവിടെ ഹോശന്ന പറയുവാൻ, വചനം നിവൃത്തീകരിക്കപ്പെടാൻ വേണ്ടി ദൈവം അവിടെ അന്ന് ആൾക്കാരെ കൂട്ടിയിരുന്നു എന്നുള്ളത് നാം ഇവിടെ തിരുവചനം വായിക്കുമ്പോൾ ഗ്രഹിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അവര് അന്ന് വരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് യെരൂശലേമിൽ ഉണ്ടായത്. അത് എല്ലാം കൊണ്ടും വ്യത്യസ്തമായി ഇന്ന് വരെ ഉണ്ടാകാത്തതും ഇനിമേൽ ഉണ്ടാകാത്തതുമായ ഒരു വലിയ അത്ഭുതമാണ് യേശു അവിടെ ചെയ്യുവാനിടയാക്കുന്നത്. അതേക്കുറിച്ച് നമുക്ക് തുറന്ന് ചിന്തിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, ക്രിസ്തു ലോകത്തിൽ വന്നത് അവർ പറയാണ്, നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, ലോകം അവന്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞു. പരീശന്മാർ പറയുക, നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, നാം ഈ പറയുന്ന യാഗങ്ങൾ കൊണ്ടോ നാം ഈ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടോ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, ലോകം അവന്റെ പിന്നാലെ ആയിപ്പോയി. കഥാ പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുവീൻ, നിങ്ങൾ എന്ത് ചെയ്യും, എന്നെ അനുഗമിച്ചാൽ ഇരുള് നടക്കാതെ വെളിച്ചത്തിന് മക്കളാണ്. തുറന്ന കർത്താവ് പറയുകയാണ്, ലോകത്തിനെ രക്ഷിപ്പാൻ വേണ്ടി വന്ന യേശു ലോകത്തെ മാനവ വംശത്തെ മുഴുവനും കണ്ടുകൊണ്ടാണ് പറഞ്ഞത്. അന്ന് യെരൂശലേമിൽ ഒരു കൂട്ടം ജനമാണ് അതിനുവേണ്ടി അവനെ എതിരേറ്റെന്നതെങ്കിൽ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന വചനം പോലെ യെരൂശലേമിലുള്ളവർ മാത്രമല്ല, ഇസ്രായേലുള്ളവർ മാത്രമല്ല, അന്ന് അവിടെ ഉണ്ടായിരുന്ന മാത്രമല്ല, ലോകം അവന്റെ പിന്നാലെ ആയിപ്പോയി എന്നവർ പറഞ്ഞതുപോലെ അതുപോലെ തന്നെ സംഭവിപ്പാൻ സാത്താന്റെ പിന്നാലെ പോയിരുന്ന മനുഷ്യവർഗത്തെ അവന്റെ പാപത്തിന്റെ ചങ്ങലയിൽ നിന്ന് അഴിച്ച് സ്വതന്ത്രമാക്കി ക്രിസ്തുവാകുന്ന വിശുദ്ധിയുടെ വിശുദ്ധ രക്തത്തിന്റെ ശക്തിയാൽ നയിക്കപ്പെടുന്ന ഒരു കൂട്ടം ജനതയെ വാർത്തെടുക്കുവാൻ യേശു കർത്താവ് ലോകത്തിൽ വന്നു. അതിന് സാക്ഷ്യം പറയുവാൻ വേണ്ടി അവർ പറയുകയാണ്, ലോകം അവന്റെ പിന്നാലെയായി പോയി, നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ലല്ലോ. ഇന്ന് ലോകത്തിലുള്ള അനവധി ആൾക്കാർക്ക് ചെയ്യാൻ കഴിയാതെ അവർ നോക്കി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധമാവന് ഇഷ്ടമുള്ളിടത്ത് ദൈവം തന്റെ വൻകാര്യങ്ങളെ ചെയ്യുന്നു. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ യേശുവിന് പ്രവർത്തിപ്പാൻ കഴിയും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദിവസങ്ങളിൽ ആരെല്ലാം യേശുവിന്റെ നാമത്തിന് വിരുദ്ധമായി നിൽക്കുന്നുവോ, ഈ നാമം ശബ്ദിക്കരുത്, അല്ലെങ്കിൽ ഇവിടെ വരരുത്, ഇവിടെ പ്രസംഗിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കർത്താവിന്റെ സമയത്ത് കാര്യങ്ങളെ സ്വർഗം നിയന്ത്രിച്ച് ദൈവം ചെയ്തിരിക്കുന്ന പദ്ധതികൾ നിറവേറ്റിയെടുക്കും. യേശുവിനെ കല്ലെറിയുവാനും കൊല്ലുവാനും പ്ലാൻ ചെയ്ത സ്ഥലത്ത് തന്നെ അവന് വേണ്ടി അവന് ഹോശന്ന പറയുവാൻ, അവനെ എതിരേൽക്കുവാൻ വലിയൊരു പുരുഷാരത്തെ ദൈവം ഒരുക്കിയെടുത്തു എന്നുള്ളത് ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതെല്ലാം സ്വർഗീയ ദൈവത്തിന്റെ പദ്ധതികളായിരുന്നു. രാത്രി നാം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി, നാം വിശ്വാസത്തിൽ ഇറങ്ങിയതിന് ശേഷമായി, ദൈവത്തിന്റെ ഉദ്ദേശത്തോടെ ഇറങ്ങിയ ശേഷമായി നമ്മുടെ മുമ്പിൽ ശേഷിച്ചിരിക്കുന്ന ഓരോ ദിവസങ്ങളും ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ടതും ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളുമാകിയാൽ ദിവസങ്ങളിൽ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അതതിൻ്റെ സമയത്ത് വേണ്ടതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുത്ത് ശുശ്രൂഷയെ തികച്ചെടുക്കുവാൻ ദൈവത്തിന്റെ സാന്നിധ്യം കൂടിയിരിക്കുമെന്നുള്ളത് രാത്രി ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഞാനിത് പറഞ്ഞത് ഒരാൾ പോലും യേശുവിന് പിന്നാലെ വരാനുള്ള സാഹചര്യമുള്ള സമയമല്ല, എന്നാൽ അവിടെ വന്നിരുന്ന വലിയ പുരുഷാരം യേശുവിന് പിന്നാലെ വരുവാൻ കാരണമായി തീർന്നത് ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ചുകൊണ്ടാണെന്നാണ് എൻ്റെ രക്തചുരുക്കം. തുറന്ന് വായത്തിലേക്ക് വരുമ്പോൾ പെരുന്നാൾ നമസ്കരിക്കാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു. 20-ാം വാക്യം, ഇവർ ഗലീലയിലെ ബെത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ടെന്ന് അപേക്ഷിച്ചു. വന്ന യഹൂദന്മാരുടെ ഇടയിൽ നാനാവിധ ജാതിക്കാർപ്പെട്ട ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ യവനന്മാരായിരിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവര് അതിന് മുമ്പ് വന്നിട്ടുണ്ടോ എന്നുള്ളത്, കാരണം അന്നത്തെ പെരുന്നാളിലൊക്കെ പലരും വന്ന് പോകുന്നവരാ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പെസഹയുടെ പെരുന്നാളിൽ വന്നപ്പോൾ
അവർ കണ്ടത് എല്ലാറ്റിനും വ്യത്യസ്തമായ കാര്യങ്ങളെ കണ്ടത്. അന്ന് വരെ സംഭവിക്കാത്ത കാര്യങ്ങളാണ്. നഗരം മുഴുവൻ ഇളകി. ഇതുപോലൊരു ഘോഷയാത്ര, ഇങ്ങനെ ഒരു വലിയ ഒരു എതിരേൽപ്പ് അതുവരെ ആരും കാണാത്തതാണ്. ആർക്കും അതിനെ ഒതുക്കാൻ കഴിഞ്ഞില്ല. റോമൻ ഗവൺമെന്റിനോ അതുപോലെ തന്നെ അന്നത്തെ യഹൂദ മത പാരമ്പര്യ ശക്തികൾക്കോ യേശുവിൻ്റെ യെരുശലേം നഗരത്തിലേക്കുള്ള പ്രവേശനത്തെ തടയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ വലിയൊരു ഘോഷയാത്രയും ഈ ഒരുമിച്ചുള്ള ആർത്തു വിളിക്കുന്ന ശബ്ദവുമെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെ വന്നിരുന്ന യവനന്മാർ ചോദിച്ചു, ഇവൻ ആരാകുന്നു, എന്താകുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നസനായിരിക്കുന്ന യേശു, ഗലീലയിൽ നിന്നുള്ള പ്രവാചകനെന്ന് അവിടുത്തെ പുരുഷാരം പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അവർ വിചാരിച്ചു, ഗലീലയിലെ ബേത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്നു. അപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഗലീലയിൽക്കാരനായിരിക്കുന്ന യേശു ആയതുകൊണ്ട് അവനെ ഒന്ന് കാണണമെങ്കിൽ ഗലീലക്കാരുടെ അടുത്ത് പോകണം. അവര് ആലോചിച്ചു, നമുക്കറിയാമല്ലോ ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് നാട്ടുകാരാണെങ്കിൽ ആ നാട്ടുകാരുടെ ഒരു കെയർ ഓഫില് ഉന്നതന്മാരെ കാണാൻ വേണ്ടി പോകാറുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ താമസിച്ച് നമുക്ക് വലിയ വില കാണത്തില്ല, നമ്മൾ ഒരു സ്ഥലത്ത് താമസിക്കും. എന്നാൽ ഒരു സംസ്ഥാനത്തിന് മറ്റൊരു സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ ഈ സംസ്ഥാനത്തിന് നമുക്ക് പ്രത്യേകതയുണ്ട്. എന്നാൽ വേറൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരാണ്. ഞാൻ പറഞ്ഞത് ഓരോ സ്ഥലത്തും ചെല്ലുമ്പോഴാണ് പ്രത്യേകം. ഇപ്പം ഇവിടെ നമ്മൾ ഓരോ സ്ഥലത്ത് താമസിക്കുന്ന പ്രത്യേകത കാണത്തില്ല. എന്നാൽ മറ്റൊരു വിദേശ രാജ്യത്ത് നിങ്ങൾ ഇവിടെ ഇട്ട് നമ്മുടെ സ്വദേശത്തുള്ള ഒരാളെ കണ്ടുകിട്ടുമ്പോൾ ഭയങ്കര കാര്യമായിരിക്കും, അല്ലേ? നമ്മുടെ നാട്ടിലൊരു പക്ഷേ കണ്ടുമുട്ടുന്ന ബന്ധമൊന്നുമല്ല. വിദേശങ്ങളിൽ മറ്റുള്ള പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടുകാരായിരിക്കുന്ന ആരെയും കണ്ട് നമുക്ക് വലിയൊരു സന്തോഷമായിരിക്കും. അപ്പോൾ ഇവര് മനസ്സിലായി, ഗലീലയിൽ നിന്നുള്ള പ്രവാചകനായതുകൊണ്ട് ഈ ഗലീലക്കാരായിരിക്കുന്നവരോട് ചോദിച്ചാൽ, അവന് ശിഷ്യന്മാരോട് ചോദിച്ചാൽ യേശുവിനെ ഒന്ന് കാണാൻ കഴിയും എന്നുള്ളത് യവനന്മാർ ചിന്തിച്ചു. യവനന്മാർ ബുദ്ധിയുള്ളവരാ. ഒരാ രീതിയിൽ അവർ ഇടപെട്ടിട്ട് ഇവർ ഗലീല ബേത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ടെന്ന് അപേക്ഷിച്ചു. ഒരു മറ്റൊന്നും പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ടെന്ന് അപേക്ഷിച്ചു. ഈ ഇവർ വിളിച്ചത് യജമാനനെ എന്നാണ്. ആരായിരുന്നു ഈ ഫിലിപ്പോസൊക്കെ? ആരായിരുന്നു? സാധാരണക്കാരായിരുന്നു. പക്ഷേ ശക്തനായിരിക്കുന്ന, എല്ലാവരും എതിരേൽക്കുന്ന യേശുവിന്റെ ശിഷ്യന്മാരായി കഴിഞ്ഞപ്പോൾ അവരെ വിളിക്കുന്നത് സാറന്മാരെന്ന, യജമാനന്മാരെന്ന, യജമാനെ എന്നാണ് വിളിക്കുന്നത്. യേശുവിനെ മാനിച്ചാൽ അവൻ നമ്മളെ മാനിക്കും. തുടർന്ന് അതാ പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് യേശുവോട് പറഞ്ഞിട്ട്, എന്നെ മാനിക്കുന്നവനെ പിതാവ് മാനിക്കുമെന്ന്. അപ്പോൾ ക്രിസ്തുവിന് വേണ്ടി വിട്ടിറങ്ങി തിരിച്ച ഫിലിപ്പോസിനെ പോലുള്ളവരൊക്കെ സ്ഥാനത്തിന് മാറ്റമുണ്ടായി. അപ്പോൾ അതിന് കാരണം യേശു പരസ്യമായി അവൻ വെളിപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവനോട് കൂടെ നടന്ന ശിഷ്യന്മാർക്കും അതിൻ്റെതായിട്ടുള്ള ബഹുമാനം ലഭിക്കാനിടയാത്തുന്നു. ഇതിനു മുമ്പ് പല സ്ഥലങ്ങളിലും ആക്ഷേപിച്ചു, ഓടിച്ചു, കല്ലെറിഞ്ഞു, അങ്ങനെ പല വിഷയമുണ്ടായപ്പോൾ യേശുവിൻ്റെ സകല കാര്യങ്ങളിലും കൂടെ നിന്നവരാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ. അതാണ് നിങ്ങൾ എൻ്റെ കഷ്ടങ്ങളിൽ നിന്നവരാണെന്ന്. അപ്പോൾ യേശുവിനോട് കൂടെ നിന്ന ശിഷ്യന്മാർ യേശു ആദരിക്കപ്പെടുന്നിടത്ത് അവരും ആദരിക്കപ്പെടുവോടെ എഴുത്തുന്നു. രാത്രി പ്രിയപ്പെട്ടവരെ, നമ്മളെ ആദരിക്കപ്പെടുന്ന സമയമുണ്ട്. നാം എന്നും കഷ്ട സഹിക്കാനുള്ളവരല്ല, എന്നും നിന്ന് സഹിക്കാനുള്ളവരല്ല, നാം ആദരിക്കപ്പെടുവാനുള്ളവരാണ്. ഈ ഫിലിപ്പോസൊക്കെ മുമ്പ് നമുക്ക് കണ്ടത് ഭയത്തോടെയൊക്കെയാണ് യേശുവിലേക്ക് വന്നത്. നമുക്ക് അവരോട് കൂടെ പോകാം, നാം കൂടെ മരിക്കാന്നൊക്കെ പറഞ്ഞ ദീദിമോസ്, തോമസ് ഉൾപ്പെടെയുള്ള എല്ലാവരും ഭയത്തോടെയൊക്കെയാണ് യേശുവിലേക്ക്, ബേഥാനിലേക്കൊക്കെ വന്നെങ്കിൽ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ മാനിക്കപ്പെടുവാടെ തീർന്നു, ആദരിക്കപ്പെടുവാടെ തീർന്നു. രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപക്ഷെ ഭയത്തോടും ഭാരത്തോടും ഒക്കെ പല സ്ഥലങ്ങളിലും സുവിശേഷ പ്രവർത്തനത്തോടും മറ്റുള്ള കാര്യങ്ങളോടൊക്കെ ചെന്നതെങ്കിൽ, എന്തായിത്തീരുന്നൊക്കെ വിചാരിച്ച് ചെന്നെങ്കിൽ പിന്നീട് ആദരിക്കപ്പെട്ടതുപോലെ യേശുവിൻ്റെ നാമം എവിടെ ഉയർത്തപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം അവന് വേണ്ടി അവനെ ശുശ്രൂഷരും ആദരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ യജമാനനെ എന്ന് യവനന്മാർ വന്ന് വിളിപ്പാടേത്തുണ്ട്. അവർക്ക് അവന് മനസ്സിലായി, യേശുവോട് കൂടെ നടക്കുന്നവർ സാധാരണക്കാരല്ല, അവർ വ്യത്യസ്തതയുള്ളവരാ. അതുകൊണ്ട് അവർ വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ടെന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് എന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസിന്റെ പത്രോസ് സഹോദരൻ. പത്രോസും
അന്ത്രയോസും പീലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. അപ്പൊ ഇവര് യവനന്മാരുടെ ആഗ്രഹം അനുസരിച്ച് പീലിപ്പോസ് പറഞ്ഞപ്പോൾ പീലിപ്പോസും യേശുവിനോട് പീലിപ്പോസ് തന്നെ പോയി പറഞ്ഞില്ല, അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും പീലിപ്പോസും കൂടെ ചെന്ന് യേശുവോട് പറഞ്ഞ പോലെ യവനന്മാർക്ക് നിന്നെ കാണുവാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ യേശു അവരെ അവിടെ അടുക്കൽ വിളിച്ചെന്നോ സംസാരിച്ചെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാൽ യേശുവോട് സംസാരിച്ചത് നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് സകല മനുഷ്യരും കേൾക്കേണ്ട പൊതുവായിട്ടുള്ള സത്യത്തെ അവിടെ വെളിപ്പെടുത്തുകയാണ്. പുരുഷാരെല്ലാം നിൽക്കുമ്പോൾ ഇവരെ ചെന്ന് കാണുമെന്ന് പറഞ്ഞപ്പോൾ യേശു പരസ്യമായിട്ട് അവരോട് സംസാരിക്കുകയാണ്. അത് യഹൂദന്മാർ മാത്രമല്ല, ലോകത്തുള്ള സകല മനുഷ്യർ, യവനന്മാർ ഉൾപ്പെടെ എല്ലാവരും കേൾക്കത്തക്കവണ്ണം യേശു അവിടെ തിരുവായി മൊഴിഞ്ഞ് ഇവരോട് സംസാരിപ്പാൻ ഇടയാത്തീർന്നു. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കഥ പറഞ്ഞു, ഞാൻ തേജസ്കരിക്കപ്പെടാൻ സമയം വന്നിരിക്കുക. ഇന്ന് എന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുന്ന താല്പര്യപ്പെടുന്നവർ അവരെന്നെ കാണും. ഞാൻ തേജസ്കരിക്കപ്പെട്ട് കഴിയുമ്പോൾ സകല ജാതികളും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും. ഇന്ന് നിങ്ങളെ കാണാൻ വന്നിരിക്കുന്ന ചുരുക്കം ചില യവനന്മാർ മാത്രമല്ല, അവർ മാത്രമല്ല എന്നെ കാണുവാൻ പോകുന്നത്. ഇന്ന് അവർക്ക് താല്പര്യം ഞാൻ ജഡത്തിൽ വന്നിരിക്കുന്ന എന്നെ കാണാനുള്ള ആഗ്രഹം അവർക്കുള്ളത്. എന്നാൽ കർത്താവിടെ പരസ്യപ്പെടുത്തിയത് യവനന്മാരും യഹൂദന്മാരും എല്ലാ സകല മനുഷ്യർക്കും ഉണ്ടാകുന്ന ആത്മരക്ഷയെക്കുറിച്ചും ക്രിസ്തു മുഖാന്തരം ഉണ്ടാകാൻ പോകുന്ന യേശു മുഖാന്തരമായി എന്താണ് അവർക്ക് കാണാൻ കഴിയുന്നതിനെ കുറിച്ചും പൊതുവായിട്ടാണ് ലോകത്തോട് യേശു സംസാരിപ്പാട്ടിടയാത്തത്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. പറഞ്ഞു, ഞാൻ ഗോതമ്പ് മണിയാ, സ്വർഗത്തിൽ നിന്ന് പിതാവാൻ ദൈവമിട്ടിരിക്കുന്ന ഗോതമ്പ് മണിയാ. അത് അങ്ങനെ തന്നെ ഇരുന്നാൽ അതങ്ങനെ ഇരിക്കുകയുള്ളൂ. എന്നാൽ അത് ചത്തുവെങ്കിലോ, നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവ് ഉണ്ടാകും. പറഞ്ഞു, എന്നെ കാണാൻ വന്ന യവനന്മാർ എല്ലാവരോടും യേശു പൊതുവെ പറയുക, ഈ ഗോതമ്പണി ആയിരിക്കുന്ന ഒരു ഗോതമ്പണി അങ്ങനെ അവിടെ വെച്ചോണ്ടിരുന്നാൽ അത് അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ. എന്നാൽ അത് നിലത്ത് വീണ് ചത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് വളരെ വിളവുണ്ടാകും. പറഞ്ഞ്, ഈ സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട ഗോതമ്പൂണിയാകുന്ന ഞാൻ ലോകത്തിൽ വന്ന് ചത്തു കഴിയുമ്പോൾ അതിൽ നിന്ന് കിളിർത്തു വരുന്ന അനവധി ഗോതമ്പ് മണികൾ ഉണ്ടാകുന്നത് പോലെ സകല വംശത്തിൽ നിന്നുള്ളവർ ഞാൻ എൻ്റെ മരണത്തിന് ശേഷമായി വലിയൊരു വിളവിലേക്ക്, നിത്യജീവന്റെ വിളവിലേക്ക് ഉണ്ടാകും. സ്വർഗീയ വിളിക്ക് ഓഹരിക്കായി തീരും എന്നുള്ള സന്ദേശമാണ് കർത്താവ് പറഞ്ഞത്. തനിയായിരിക്കും. എന്നാൽ അങ്ങനെ ഞാൻ തനിയെ ഇരിക്കാനല്ല, ഞാൻ അങ്ങനെ തനിയെ ഇരുന്നതാണ്, പിതാവിനോടുകൂടെ സമത്വത്തിലിരുന്നതാണ്. എന്നാൽ ഞാൻ തനിയെ ഇരിക്കാതെ എന്നോട് കൂടെ ഒരു കൂട്ടം ജനം, ഒരു സഹോദരവർക്കം എന്നോട് കൂടി ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്ന് മരിപ്പാനായിട്ട് വന്നിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതേ ഉദ്ദേശമായിരുന്നു ഏദനിലും സംഭവിച്ചത്. ആദം തനിയെ ഇരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവന് കൂടിയിരിക്കാൻ വേണ്ടിയാണ് അവനെ ഗാഠനിദ്ര വരുത്തി. അഥവാ ആദം മരിച്ചവനെ പോലെയായി അവനിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിച്ചെടുത്തെങ്കിൽ അവനോട് കൂടിയിരിക്കാൻ വേണ്ടിയാണെങ്കിൽ യേശു പറഞ്ഞു, എനിക്ക് ആദം തനിയെ ഇരിക്കാനായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഗാഠനിദ്രയുടെ ആവശ്യമില്ലായിരുന്നു, അവൻ്റെ ഒരു എല്ലെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു, ഒരു സ്ത്രീയെ ഉളവാക്കിയെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവന് മാത്രം ഏതെങ്കിലും തോട്ടത്തിൽ നിന്നാൽ മതിയായിരുന്നു. എന്നാൽ അവനൊന്നും ഒരു ഹവ്വയെ ഉണ്ടാക്കിയത് അനവധി ജന്മങ്ങൾ മനുഷ്യർ ജനിക്കാൻ വേണ്ടിയാണ് ദൈവരെ സൃഷ്ടിച്ചതെങ്കിൽ യേശു കർത്താവ് പറയുകയാണ്, ആത്മീയ സന്തതികളെ ജനിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ലോകത്തിൽ വന്നിരിക്കുന്നത്. ഞാൻ ലോകത്തിൽ ജനിച്ചത് തനിയിരിക്കാൻ വേണ്ടിയല്ല. ഞാൻ ഒറ്റയ്ക്കിരിക്കാനായിരുന്നെങ്കിൽ എനിക്ക് അവിടെ സിംഹാസനത്തിരുന്നാൽ മതിയായിരുന്നു. എന്നാൽ എന്നോട് സദൃശന്മാരാകുന്ന കോടിക്കണക്കിന് ആൾക്കാരെ ആ തികവിലേക്ക് എത്തിച്ച് ആ സിംഹാസനത്തിൽ ഇരുത്താനുള്ള പ്രധാന ദൗത്യം നിർവഹിക്കാൻ വേണ്ടി, അഥവാ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കിയെടുത്ത് അവനോട് കൂടെ ഇരുത്തുവാൻ വേണ്ടിയാണ്
യേശു ലോകത്തിൽ വന്നതെന്ന് പറയാനിടയാത്തതൊന്നും. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ കാണുക എന്നതിനപ്പുറമായി എന്നോട് കൂടെ ഇരിക്കുവാനുള്ള വലിയ ഒരു സാധ്യത വാതിലാണ് തുറന്നിരിക്കുന്നത്. ഇന്ന് കണ്ടിട്ട് പോകുക മാത്രമല്ല യവനന്മാരായിട്ടുള്ളവരെ, എന്നേക്കും ഇരിക്കുവാനുള്ള ഒരു വലിയ ബന്ധം സ്ഥാപിപ്പാൻ വേണ്ടിയാണ് യേശു ലോകത്തിൽ വന്നത്. പല സ്ഥലങ്ങളിൽ പോയി അവരുടെ കാര്യങ്ങൾ കണ്ടിട്ട് മടങ്ങിപ്പോവുകയാ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ യേശു പറഞ്ഞു, യെരൂശലേമിൽ വന്നത് പെരുന്നാൾ ആഘോഷിച്ച് ചിലത് കണ്ടിട്ട് പോകുവാൻ വേണ്ടിയാണ് വന്നത്. എന്നാൽ ഇനിയുള്ള കാലം ഒരിക്കലും കണ്ടിട്ട് മടങ്ങിപ്പോകാനുള്ള കാലമല്ല. എന്നേക്കും അവന്റെ മുഖം കാണുവാൻ, എന്നേക്കും ദൈവത്തോടു കൂടി ഇരിപ്പാൻ ഉള്ള വഴി തുറക്കുവാൻ വേണ്ടിയാണ് ഞാൻ ലോകത്തിൽ വന്നതെന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പം യവനന്മാർ വന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞത്, വന്ന് കണ്ട് മടങ്ങിപ്പോകുന്നത് താൽക്കാലികമാണ്, എന്നാൽ എന്നേക്കും ഇരിക്കുവാൻ വേണ്ടി, എന്നോടുകൂടി ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇനി കഷ്ടം സഹിക്കാൻ പോകുന്നത്. രാത്രി സന്ദേശം മനസ്സിലാൻ വിശ്വസിക്കുന്നു. യേശു പറയുകയാണ്, നിങ്ങൾ വന്നെന്നെ കണ്ട് മടങ്ങിപ്പോവുക എന്നുള്ള കാര്യമല്ല. യെരൂശലേമിൽ വന്ന് പലതും കണ്ട് ആഘോഷിച്ച് മടങ്ങിപ്പോകുന്ന ഒരു കാലം അവസാനിച്ചിട്ട് എന്നേക്കും ഇരിക്കുന്ന ദൈവത്തോടു കൂടി ഇരിപ്പാൻ, അവന്റെ സിംഹാസനത്തിരിപ്പാൻ, അവന്റെ മുഖം ദർശിപ്പാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ രാത്രി പറയണം, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സ്വർഗീയ വിളിക്ക് കാരണമായി തീർന്നിരിക്കുന്ന കാരണബോധനായി തീർന്നത് സ്വർഗത്തിൽ നിന്ന് ഈ താണഭൂമിയിലേക്ക് വന്ന് വീണ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അവനിൽ ഞങ്ങൾ വളർന്നു വരുവാൻ, വിളയുവാൻ, അവനിൽ കായ്ക്കുന്ന ഗോതമ്പ് മണികളായി തരുവാൻ ക്രിസ്തു മുഖാന്തരം അവന്റെ വചനത്തിലൂടെ നാം ജനിച്ച് ദിവസങ്ങളിൽ അവന്റെ വയലിലെ മണികളായി നിൽപ്പാൻ നമുക്ക് ദൈവം ഭാഗ്യം തന്നിരിക്കുകയാണ്. അതാണ് യേശു അവിടെ പറഞ്ഞത്. പക്ഷെ ഇവിടെ നമുക്ക് വായിക്കും വിചാരിക്കും, ഇവർ വന്ന് ചോദിച്ചത് എന്ന് കാണണമെന്നാ. പക്ഷെ കർത്താവ് പറഞ്ഞത് നിങ്ങൾ എന്നെ വന്ന് കണ്ട് ജസ്റ്റ് കണ്ടിട്ട് പോകാനില്ലെന്നുള്ള കർത്താവ് അവിടെ ദൗത്യം വെളിപ്പെടുത്തുകയാണ്. യേശു പറയുകയാണ്, ഗോതമ്പണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. എന്നിട്ട് പറയുകയാണ്, തുടർന്ന് പറയുകയാണ്, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പയക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. കർത്താവ് പറഞ്ഞു, ഇഹലോക ജീവിതത്തിന് വേണ്ടിയാണ് ഈ ജീവിതം ഉപയോഗിക്കുന്നെങ്കിൽ അതിനെ കൊണ്ട് കളയും എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ ജനിച്ച് നമ്മുടെ വയറിന് വേണ്ടി സഭാപ്രസംഗ പുസ്തകം വായിക്കുമ്പോൾ മനുഷ്യന്റെ കഷ്ടത മുഴുവൻ അവൻ്റെ വയറിന് വേണ്ടി എന്നാണ് ആലോചിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നല്ല ആഹാരം കഴിക്കണം, നല്ലതെന്നുള്ള ഭൂമിയിലെ ചിന്തകൾ മാത്രമാണ്. എന്നാൽ അങ്ങനെ ഒരു ചിന്തയാണുണ്ടെങ്കിൽ അതാ പറഞ്ഞു, നിന്റെ ജീവനെ നീ കളയും. എന്നാൽ തൻ്റെ ജീവനെ സ്നേഹിക്കുന്നതിനെ കളയും, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ ഭയക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. കഥാ പറഞ്ഞു, ഇവിടുത്തെ ജീവിതം ഇഹലോകത്തിന് വേണ്ടിയാണെങ്കിൽ അത് താൽക്കാലികമാണ്, ഇവിടെ കൊണ്ട് തീർന്നു പോകും. എന്നാൽ അതിനപ്പുറമായിട്ടുള്ള ഈ ലോക ജീവിതത്തിൽ ലക്ഷ്യബോധമുള്ളവരായി ജീവിക്കുകയാണെങ്കിൽ, ഈ ലോകത്തെ പകച്ചുകൊണ്ട് ഇവിടെ കഷ്ടത വന്നാലും സാരമില്ല, പ്രയാസം വന്നാലും ബുദ്ധിമുട്ടില്ല, യേശുവിനെ അനുഗമിക്കുന്നതുകൊണ്ട്, ക്രിസ്ത്യാനിയായി തീരുന്നതുകൊണ്ട് എന്ത് വന്നാലും അത് സാരമില്ല, അതിനെ നാം ജീവനെ പകച്ചുകൊണ്ട് യേശുവിനെ അനുഗമിച്ചാൽ, കഥ പറഞ്ഞു, അത് നിത്യജീവനായി സൂക്ഷിക്കപ്പെടുവാടെ തീരും എന്നാണ് അവിടെ കർത്താവ്. ലോകത്തിന് വേണ്ടി ജീവിച്ചാൽ അത് ഇവിടം കൊണ്ട് തീർന്നു പോകും, നിത്യം പ്രാപിപ്പാൻ കഴിയത്തില്ല. എന്നാൽ ക്രിസ്തുവിന് വേണ്ടിയാണ് നമ്മുടെ ജീവനെ പകച്ച് നാം വിശ്വാസത്തിലേക്ക് ഇറങ്ങുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എല്ലാം നാം ത്യജിച്ചവരാണ്. ലോകത്തെ ത്യജിച്ചു, നമ്മുടെ അന്നുവരെയുള്ള പാരമ്പര്യങ്ങളെ ത്യജിച്ചു, എല്ലാം നാം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ത്യജിച്ചു കളഞ്ഞപ്പോൾ ലോകം നമ്മളെ പകയ്ക്കുവാനിടയായിരുന്നു. എന്നാൽ ഇഹലോകത്ത് തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും എന്ന് പറഞ്ഞാൽ, ഇഹലോക ജീവിതമല്ല, അപ്പുറമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടി നാം സ്ഥലത്തിന് ത്യജിച്ചതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിത്യജീവന് കാരണമായി തീരുമെന്ന് യേശു പറഞ്ഞിടയായിരുന്നു. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. കഥ പറഞ്ഞു, കണ്ടുവന്നിട്ട് പോകാനല്ല, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഇവിടെ ആഗ്രഹം വന്നൊന്ന് കണ്ട് ഞങ്ങൾക്ക് കാണണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. പറയാണ്, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനെ വിരിക്കും, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കുമെന്ന് യേശു പറഞ്ഞു. കഥ പറയാണ്,
എനിക്ക് ശുശ്രൂഷിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. യേശുവിനെ അനുഗമിക്കണമെങ്കിൽ കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരായിരിക്കണം. കർത്താവിനെ ശുശ്രൂഷിക്കുക എന്നതിൻ്റെ അർത്ഥം, നമുക്കറിയാം, കർത്താവ് ഭൂമി വന്നപ്പോൾ അവനെ ശുശ്രൂഷിച്ച സ്ത്രീജനങ്ങളുണ്ടായിരുന്നു. അവന് വേണ്ട വസ്ത്രങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊടുത്തവരെ അനുഗമിച്ചിരുന്നു. അതുപോലെ യേശുവിനോട് കൂടെ ഉള്ള ശിഷ്യന്മാർ യേശുവിനെ ശുശ്രൂഷിപ്പാണ്ടിടയായിരുന്നു. അപ്പോൾ അവര് യേശു ജഡത്തിൽ വന്നപ്പോൾ യേശുവിനെ ശുശ്രൂഷിച്ചവെങ്കിൽ പുതിയ നിയമത്തിൽ കർത്താവിനെ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. നമുക്ക് ശുശ്രൂഷകളെ കുറിച്ച് നമുക്കറിയാം. കർത്താവിനെ യേശുവിനെ, ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിനെ കുറിച്ച് നമുക്കറിയാം. പഴയ നിയമത്തിൽ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ പൗരോഹിത്യ നിയമങ്ങളുണ്ടായിരുന്നു. അതേക്കുറിച്ച് 1 ശമൂവേൽ 2-ാം അധ്യായം 30-ാം വാക്യോടെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അന്നും ശുശ്രൂഷ ഏൽപ്പിക്കപ്പെട്ട ഒരു കൂട്ടമുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് അത് കുറച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തെ ശുശ്രൂഷിപ്പാൻ, മാനിപ്പാൻ കഴിയാതെ പരാജിതരായതിനെ കുറിച്ച് നമുക്ക് ഈ ദൈവം വായിക്കുമ്പോൾ 1 ശമൂവേൽ 2-ാം അധ്യായം 30-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്രകാരമാണ്: ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എന്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു. നിശ്ചയം ഇപ്പോഴോ യഹോവ അരുളിച്ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ആകെയില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്നെതിരായിത്തീരും. പഴയ നിയമത്തിന്റെ പ്രമാണമനുസരിച്ച് ലേവ്യ പൗരോഹിത്യത്തോടുള്ള ബന്ധത്തിൽ, അഹരോന്യ കുടുംബത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ ശുശ്രൂഷ തന്നിരുന്നവരായിരുന്നു. എന്നാൽ ഏലിയുടെ മക്കൾ ദൈവത്തെ നിന്ദിക്കേണ്ടതായിട്ട് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്നെതിരായിത്തീരും. ഈ രാത്രിയിലും കർത്താവിനെ ശുശ്രൂഷിപ്പാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചപ്പോൾ ഭയഭക്തിയോടെ നമ്മുടെ കർത്താവിനെ നാം സേവിക്കണം. ഭയഭക്തിയോടെ നമ്മുടെ കർത്താവിനെ ആരാധിക്കണം. അവന് കൊടുക്കേണ്ട സകല മഹത്വം കൊടുത്തുകൊണ്ട് വേണം ദൈവത്തെ ശുശ്രൂഷിപ്പാൻ. നമുക്കറിയാം, നമ്മുടെ ശുശ്രൂഷകൾ, ദൈവത്തെ അർപ്പിക്കുന്ന സ്തോത്ര വഴിപാടുകൾ, ദൈവനാമത്തിന് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷ എല്ലാം ദൈവത്തെ മാനിച്ചുകൊണ്ട് ചെയ്യുന്ന ശുശ്രൂഷകളായിരിക്കണം. ഒരിക്കലും അത് മത്സരമായി തീരുവാൻ പാടില്ല. ഒരിക്കലും ആരെയും പരാജയപ്പെടുത്തുന്നതായിരിക്കരുത്, അല്ലെങ്കിൽ അവരെ ഒരു ആൾക്കാരോടും മത്സരിക്കുന്നാകരുത് നമ്മുടെ ശുശ്രൂഷ. യേശു കാണിച്ച ശുശ്രൂഷ നമുക്ക് തുടർന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. കർത്താവ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി ദൈവം നമുക്ക് മാതൃക കാണിച്ചു തന്നു. അവൻ എപ്രകാരമാണ് നമ്മൾ ശുശ്രൂഷിക്കുന്നത് കാണിച്ചത്. എനിക്കൊന്നും അത് പറയാൻ പോലുള്ള യോഗ്യതയില്ല. കർത്താവ് കാണിച്ച ശുശ്രൂഷയുടെ മാതൃക, അവൻ നമുക്ക് കാണിച്ചെന്ന മാതൃക, അത് പറയാനോ പഠിപ്പിക്കുവാനോ അതേക്കുറിച്ച് ഇത് പറയാൻ പോലുമുള്ള യോഗ്യത എനിക്കില്ല. കാരണം കർത്താവ് കാണിച്ച ശുശ്രൂഷ എത്ര ശ്രേഷ്ഠകരമായിരുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവ് പറഞ്ഞു, ഞാനിത് നിങ്ങൾക്ക് ദൃഷ്ടാന്തമായി കാണിച്ചു തന്നിരിക്കുന്നു. എങ്ങനെ ശുശ്രൂഷിക്കണമെന്നുള്ളത് യേശു കാണിച്ചതിനോടെ എത്തുന്നു. ഇന്ന് രാത്രിയിൽ ഇതൊക്കെ എടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാം ഒരിക്കലും മത്സരത്തോടെ ആകുവാൻ പാടില്ല. പഴയ നിയമത്തിൽ നാം കണ്ടല്ലോ, അവിടെ ഏലിയുടെ മക്കൾ അവർ മത്സരികളായി തീരുവാനുള്ള എത്തുന്നു. എന്ത് വരും ഇങ്ങനെ എന്നുള്ള ചിന്ത അവർക്ക് വന്നു. ദൈവം ആദ്യം എല്ലാം ക്ഷമിക്കും കേട്ടോ, കർത്താവ് കാണാതിരിക്കും. എന്നാൽ പരിധി വിട്ട് കഴിയുമ്പോൾ ദൈവം അവിടെ എഴുന്നേൽക്കുവാടെ എത്തിക്കും. അതാണ് ഏലിയുടെ കുടുംബത്തെക്കുറിച്ച് സംഭവിച്ചത്. ഏലി മഹാബുദ്ധനായിരുന്നു. എന്നാൽ അവന്റെ മക്കളെ നിയന്ത്രിപ്പാൻ കഴിഞ്ഞില്ല. അവർ ചെയ്തു പോകുന്നതിനെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിലക്കാത്തത് കൊണ്ട് ആ കുടുംബം വലിയ പ്രതിസന്ധി നേരിടുവാടെ എത്തുകൊണ്ട് കർത്താവ് പറഞ്ഞത്, എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്നിരാത്തി. അപ്പം ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരായി ദൈവം നമ്മളെ എടുത്തിരിക്കുമ്പോൾ, പുതിയ നിയമത്തിൽ ഞാനും നിങ്ങളും കർത്താവിന്റെ ശുശ്രൂഷക്കാരാണ്. അന്ന് വിളക്ക് കത്തിക്കുവാനും ഭോജനയാഗം അർപ്പിക്കുവാനും ഘനയാഗം അർപ്പിക്കുവാനും ഒക്കെയുള്ള വഴിപാടുകൾ നടത്തുവാൻ വേണ്ടി പ്രത്യേകമായിരിക്കുന്ന പൗരോഹിത്യ നിയമങ്ങളും ലേവ്യ പുരോഹിതന്മാരും ഉണ്ടായിരുന്നെങ്കിൽ, മറ്റുള്ളവരൊക്കെ ഓരോ ഗോത്രങ്ങളും ഓരോ കാര്യങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ, പുതിയ നിയമത്തിൽ നാം ക്രിസ്തുവിന് നിരന്തരമായി സ്തോത്രയാഗം അർപ്പിക്കേണ്ടവരാ. അപ്പോൾ നാം സ്തോത്രയാഗം അർപ്പിക്കുന്നത് ബഹുമാനത്തോടെ, ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട്, ഭയഭക്തിയോടെ, ദൈവസ്നേഹത്തിൽ നാം ദൈവത്തെ ശുശ്രൂഷിക്കുന്നവരായി തീരണം. എന്ന കഥ പറയാണ്, എന്നെ മാനിക്കുന്നവരെ
ഞാൻ മാനിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നെ എന്നെ ശുശ്രൂഷിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. കർത്താവിനെ അനുഗമിച്ചുകൊണ്ടുള്ള ശുശ്രൂഷയാണ് യഥാർത്ഥമായ ശുശ്രൂഷ. അവനെ മുമ്പിൽ കണ്ടുകൊണ്ട്, യേശുവിനെ മാതൃകയാക്കിക്കൊണ്ട് ദിവസങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ, ശുശ്രൂഷിപ്പാൻ എന്നെയും എൻ്റെ തലമുറകളെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഇടയാക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ലേവിയുടെ കുടുംബത്തിൽ സംഭവിച്ചതുപോലെ ആകാതിരിക്കുവാൻ, ക്രിസ്തുവിനെ അനുഗമിച്ചുകൊണ്ട് അവൻ്റെ പാത പിൻപറ്റി ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ പ്രസാദമായി ജീവിച്ചുകൊണ്ട് ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ വേളകളിൽ ഒരുപക്ഷെ എല്ലാവരും നാം ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ തലമുറകളെല്ലാം ഒരുപക്ഷെ യേശുവിനെ അനുഗമിക്കുന്നില്ലെങ്കിലും നാം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ, നാം കർത്താവിൻ്റെ സന്നിധിയിൽ നാം വേണ്ടതായ ശുശ്രൂഷ അതിൻ്റെ മാന്യതയോടെ ചെയ്യുന്നെങ്കിൽ, യേശു പറഞ്ഞു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഇവിടെ പറയുന്നത് എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞാൽ, നാം കർത്താവിനെ അനുഗമിച്ചുകൊണ്ട് വേണം ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട്. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിൽ ശുശ്രൂഷക്കാരായിരിക്കുന്ന ദൈവമക്കൾ യേശുവിനെ അനുഗമിക്കുന്നവരായിരിക്കണം. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ പറയുന്ന സ്തോത്രത്തിനും പ്രാർത്ഥനയ്ക്കും പ്രസംഗത്തിനും എല്ലാം പ്രസക്തി കൊണ്ട് ദൈവം മാനിക്കുന്നതായിരിക്കും. ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിന് പ്രസാദമായി തരുവാൻ, നമ്മുടെ സ്തുതി സ്തോത്രയാഗങ്ങൾ ദൈവത്തിന് പ്രസാദമായി തരുവാൻ, നമുക്ക് ദിവസങ്ങളിൽ കർത്താവിനെ അനുഗമിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ ചെയ്യട്ടെ. നമ്മുടെ ദൃഷ്ടി ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ദൈവത്തിൻ്റെ വചനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട്, വചനത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോയി നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ ശുശ്രൂഷിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അങ്ങനെയാണെങ്കിൽ, അങ്ങനെ യേശുവിനെ മാതൃകയാക്കി ശുശ്രൂഷയുള്ള ജീവിതമായി എന്ന് പറഞ്ഞാൽ ക്രിസ്തു ജീവിതം നയിച്ചാൽ അവര് എത്തിച്ചേരുന്നത് യേശു ഇരിക്കുന്നിടത്തായിരിക്കും. എങ്ങനെ യേശു ഇരിക്കുന്നിടത്ത് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നത്? ക്രിസ്തു ഇരിക്കുന്നിടത്ത് എത്തിച്ചേരുവാൻ അവനെ അനുഗമിക്കണം. നമ്മുടെ അനുദിന ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ദൈവമേ എനിക്ക് കൃപ നൽകണമേ എന്ന് നമ്മുടെ തലമുറകൾക്ക് കൃപ നൽകുവാൻ വേണ്ടി നമ്മൾ ദിവസം പ്രാർത്ഥിക്കും. കർത്താവെ, അങ്ങേ അനുഗമിക്കുവാൻ. അതുകൊണ്ടാണ് പലരും പാട്ടുകളൊക്കെ പാടിയപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ പിന്തിരിഞ്ഞു പോകുകയില്ല, നോ ടേണിംഗ് ബാക്ക്, ഒരിക്കലും പിന്തിരിയത്തില്ല, യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുമെന്ന്. അതെ, ക്രിസ്തുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്താൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ വഴിതെറ്റിപ്പോകുകയില്ല. നിങ്ങൾ എനിക്ക് ശുശ്രൂഷ ചെയ്ത്, എന്നെ അനുഗമിച്ച് ശുശ്രൂഷ ചെയ്താൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കും. കർത്താവ് പറഞ്ഞു, ഗോതമ്പ് മണിയായിരിക്കുന്ന ഞാൻ ലോകത്തിൽ വന്ന് ചത്തത്, അത് മരിച്ചത് എന്നെ അനുഗമിക്കുന്ന ഒരു കൂട്ടം ജനത്തെ തികവുള്ളവരാക്കി ആ ഗോതമ്പ് മണികളായി, പ്രഥമ ഫലങ്ങളായി, ആദ്യ ഫലമായി ശേഖരിച്ച് അവൻ ഇരിക്കുന്നിടത്തിരുത്തുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് കഷ്ടം സഹിച്ച് മരിച്ചതെന്നാണ് ഇവിടെ പറഞ്ഞത്. അത് കഥ പറഞ്ഞു, അതെല്ലാവർക്കും അതിന് സാധിക്കും. അതാ പറഞ്ഞത്, പൗരോഹിത്യമുള്ള ഇസ്രായേൽ ലേവ്യ ഗോത്രങ്ങൾക്ക് മാത്രമല്ല, പെസഹയാചരിക്കുന്ന നിങ്ങൾ കാണാൻ വന്ന യൗവനന്മാരെ നിങ്ങൾക്ക് അത് സാധ്യമാണ്. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളുടെ എല്ലാ ഭാഗത്തും ഞങ്ങൾക്ക് കയറാൻ കഴിയത്തില്ല. പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാകാരത്തിന്റെ, ജാതികളുടെ പ്രാകാരത്തിൽ മാത്രം പോയി യൗവനന്മാർക്ക് നിൽക്കാൻ കഴിയത്തുണ്ടായിരുന്നുള്ളൂ. അവിടെ നമുക്കറിയാം, ദൈവത്തിന്റെ അന്ന് യെരൂശലേം ദേവാലയത്തിന്റെ പല പ്രാകാരങ്ങളുണ്ടായിരുന്നു. സ്ത്രീകളുടെ പ്രാകാരമുണ്ട്, പുരുഷന്മാരുടെ പ്രാകാരമുണ്ട്, ജാതിയുടെ പ്രാകാരമുണ്ട്. യൗവനന്മാരായിരിക്കുന്നവർക്ക് ജാതിയുടെ പ്രാകാരത്തിൽ പോയി നിന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് പോകാനേ കഴിയത്തുള്ളൂ. അവർക്ക് പുരുഷന്മാരുടെ പ്രാകാരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ലായിരുന്നു. അതുപോലെ തന്നെ സാധാരണക്കാർക്ക് പുരോഹിതന്മാരുടെ ആ വിസ്തരത്തേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ലായിരുന്നു. അത് വിസ്തരത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രമേ കഴിയത്തുണ്ടായിരുന്നുള്ളൂ. എന്നാൽ കർത്താവ് പറഞ്ഞു, ഇതിനെല്ലാം മാറ്റം വരുത്തുവാൻ വേണ്ടിയാ ഞാൻ ലോകത്തിൽ വന്ന് മരിച്ചത്. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ദൂരം മനസ്സിലാകും എന്തിനാ യേശു ഒരു ഗോതമ്പ് മണിയായി ലോകത്തിൽ വന്ന് വീണ് മരിച്ചെന്ന് ചോദിച്ചാൽ, പ്രാകാരങ്ങൾ മാറ്റി നിർത്തി സ്ത്രീകളുടെ പ്രാകാരമെന്നും പുരുഷന്മാരുടെ പ്രാകാരമെന്നും ജാതികളുടെ പ്രാകാരമെന്നും പുരോഹിതന്മാരുടെ സ്ഥലമെന്നും അതിവിസ്ഥലമെന്നും ഒക്കെ വേർതിരിവോടുകൂടി യെരൂശലേം ദേവാലയം നിൽക്കുമ്പോൾ യേശു പറഞ്ഞു, ഈ വേർതിരിവുകളെല്ലാം മാറ്റി എല്ലാവർക്കും എന്നെ അനുഗമിച്ചാൽ ഞാൻ
ഇരിക്കുന്നിടത്തിരുത്താം. സർവ്വലോകത്തിനും വേണ്ടിയാണ് ഞാൻ ഒരു ഗോതമ്പണിയായി ലോകത്തിൽ വന്ന് വീണ് മരിച്ച് ഞാൻ ജീവനെ കൊടുക്കുന്നത്. എന്നിൽ നിന്ന് കിളിർത്തു വരുന്നതൊക്കെയും തികവ് പ്രാപിച്ച് ഞാൻ ഇരിക്കുന്നിടത്തെത്തുവാൻ കർത്താവ് സംസാരിക്കുകയാണ്. നമ്മൾ വിചാരിക്കും യവനന്മാർ വന്ന് ചോദിച്ചത് കർത്താവിനെ കാണണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ യേശുവിടെ ആഗ്രഹത്തെ കണ്ടുകൊണ്ട് കർത്താവ് നിത്യതയോടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളിവിടെ വന്ന് ആ ജാതിയുടെ പ്രാകാരത്തിൽ വന്ന് നിന്ന് കണ്ടിട്ട് പോവുകയല്ലേ? അവിടെ വന്ന് പോകുമ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമുണ്ടാകത്തില്ല. ഈ കൂടിക്കാഴ്ച ഒരിക്കലും, ഇവിടെ വന്ന് കേൾക്കുന്നത് ഒരിക്കലും സാധാരണമായിരിക്കുന്ന ഒരു കൂടിക്കാഴ്ച തീരുകയില്ല. യേശു പറഞ്ഞു, എന്നെ അനുഗമിച്ചാൽ നിശ്ചയമായിട്ടും ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾക്കും ഇരിക്കാം. രാത്രി ദൂത് മനസ്സിലായോ? യവനന്മാർ വന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത്, നിങ്ങൾക്ക് ജാതികളുടെ പ്രാകാരത്തിൽ മാത്രമേ പ്രവേശനമുള്ളൂ. എന്നാൽ അതിവിസ്ഥലത്തേക്കുള്ള പ്രവേശനം നൽകാൻ വേണ്ടിയാണ്, സകല മനുഷ്യരിൽ നിന്നും എന്നെ അനുഗമിക്കുന്നവർക്ക് എന്നോട് കൂടിയിരിക്കാൻ വേണ്ടിയാണ് യേശു കർത്താവ് മരിച്ചത്. രാത്രിയിൽ ഈ സ്വർഗീയ പദവി പ്രാപിച്ച ദൈവമക്കൾ എത്രമാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ദൈവം നമുക്ക് നൽകുന്ന പദവികളെ കുറിച്ച് ഓർക്കുവാനും കഴിയത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, രാത്രിയിൽ ദൈവം നമ്മുടെ ആത്മീയ കണ്ണുകളെ പ്രകാശിപ്പിക്കുമ്പോൾ, അതെ, ഞാൻ എൻ്റെ കർത്താവിനെ അനുഗമിക്കുമ്പോൾ എനിക്ക് യെരൂശലേം ദേവാലയത്തിനടുത്ത് പോയാൽ ജാതിയുടെ പ്രാകാരത്തിൽ മാത്രമേ നിൽക്കുവാൻ എനിക്ക് അധികാരമുള്ളൂ, അവകാശമുള്ളൂ. എന്നാൽ ക്രിസ്തു മുഖാന്തരം നമുക്ക് തന്നിരിക്കുന്ന പ്രവേശനം സ്വർഗീയ പിതാവിൻ്റെ അടുത്തേക്കാണ്. യേശുവിൻ്റെ സിംഹാസനത്തിരിപ്പാനുള്ള അധികാരവും പദവിയുമാണ് മൺപുഴുക്കളായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ദൈവം തന്നിരിക്കുന്നത്. യവനന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ കണ്ടിട്ട് പോകുക മാത്രമല്ല, എന്നെ അനുഗമിച്ചാൽ നിശ്ചയമായും നിങ്ങൾ ആ ജാതിയുടെ പ്രാകാരത്തിൽ നിൽക്കാനുള്ളവരല്ല, അതിവിസ്ഥലത്തേക്ക് പ്രവേശിക്കാനുള്ളവരാ, എന്നോട് കൂടെ ഇരിക്കുവാനുള്ള സാവകാശമുള്ളവരാ. ഇതാണ് കർത്താവ് ലോകത്തോട് അന്ന് വിളിച്ചു പറഞ്ഞത്. കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. കർത്താവിടെ വലിയ മർമ്മങ്ങൾ വിളിച്ചു പറഞ്ഞു. അന്ന് കേട്ടവർക്കൊന്നും അത്ര മനസ്സിലായി കാണത്തില്ല. പക്ഷേ ഇന്നത് വായിക്കുമ്പോൾ നമുക്കത് പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചറിയുക, കർത്താവ് എന്ന് പറഞ്ഞതിൻ്റെ ആഴം എത്ര വലുതാണെന്ന്. രാത്രി നാം എത്ര സന്തോഷമുള്ളതായിരിക്കണം. അതായത് നമ്മളും പലപ്പോഴും യേശുവിനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടില്ലേ? വലിയ വലിയ ആൾക്കാരെ കാണാൻ ആഗ്രഹിച്ചിട്ടില്ലേ? ഒന്ന് കണ്ടാൽ മതി എന്ന് വിചാരിച്ചിട്ടില്ലേ? എത്രയോ പേര് പറയാറുണ്ട്, വലിയ ആൾക്കാരെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു എന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവരെയൊക്കെ കാണാനുള്ള വാഞ്ചയുള്ളവര് അവരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ അവരൊക്കെ ലോകത്തിൽ അസ്തമിച്ചു പോകും. എന്നാൽ യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ, ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ക്രിസ്തുവിനെ കാണാൻ താല്പര്യപ്പെട്ട യേശു പറഞ്ഞു, എന്നെ കാണാൻ ആഗ്രഹിക്കുന്നവർ, ജീവനെ ആഗ്രഹിക്കുന്നവർ, എന്നെ കാണാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ കൊണ്ട് തീർന്നു പോകത്തില്ല. ഞാൻ എന്നേക്കുമുള്ളത് കൊണ്ട് എന്നെ കാണുന്നവരും എന്നേക്കും ഉണ്ടായിരിക്കും. അതാണ് യേശു പറഞ്ഞത്. എന്നിൽ വിശ്വസിനെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നത്. രാത്രിയിൽ എത്ര ആഴമേറിയ കാര്യമാണ് ദൈവം നമ്മളോട് സംസാരിക്കാനിടയാത്തുന്നത്. ഇന്ന് രാത്രി നമ്മളോട് ദൈവാത്മാവ് സംസാരിക്കുക. എത്ര ഭാഗ്യമുള്ളവരാ! നമുക്ക് വലിയ പദവിയുള്ളവരല്ല, നാം ഒന്നുമില്ലാത്തവരാ, വെറും പറമ്പിൽ എറിയപ്പെട്ടവരാ, ഒരു സ്ഥാനതവും മാന്യതയുള്ളവരല്ല. എന്നാൽ കൃപയാൽ ദൈവം തന്നിരിക്കുന്ന പദവി ഓർത്തുകൊണ്ട് രാത്രി നൃത്തം ചെയ്ത് ദൈവത്തിനെ ആരാധിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, വെറും പറമ്പിൽ കിടന്ന എന്നെ, ജാതിയായിരുന്ന എന്നെ, ഒന്നുമില്ലാത്ത എന്നെ നീ വിളിച്ച് വേർതിരിച്ച് സ്വർഗീയ പദവിക്ക് ഓഹരിക്കരാക്കി തീർത്ത് അങ്ങിരിക്കുന്ന സിംഹാസനത്തിൽ ഇരുത്താമെന്ന് പറഞ്ഞിരിക്കുന്ന ആ വലിയ പ്രവൃത്തിക്ക് വേണ്ടി നിന്റെ ജീവനെ എനിക്ക് വേണ്ടി തന്നല്ലോ. എൻ്റെ കുടുംബത്തിന് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി, മനുഷ്യവംശത്തിന് വേണ്ടി, ഞങ്ങളെ ഉയർത്തുവാൻ, മാനിക്കുവാൻ, ആദരിക്കുവാൻ, സ്വർഗീയ സിംഹാസനത്തിൽ ഇരുത്തുവാൻ വേണ്ടി ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന ആ സ്നേഹം എത്ര വലുതാണെന്ന് ഓർക്കുമ്പോൾ രാത്രി എത്ര ദൈവത്തെ സ്തുതിച്ചാലും മതിയാകുകയില്ല. എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതുകൊണ്ട് ക്രിസ്തു വിശ്വാസം സാധാരണ ഒരു വിശ്വാസമല്ല. ഈ ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടമുണ്ട്. അവിടെ പിതാവാൻ ദൈവത്തെ വർദ്ധപാതിരിക്കുന്ന പുത്രനിരിക്കുന്ന സിംഹാസനത്തിലിരുത്തുവാൻ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നെന്നാൽ അതൊരിക്കലും നമുക്ക് സാധ്യമാകാതിരിക്കാൻ വേണ്ടി പ്രതിയോഗിയാകുന്ന സാത്താൻ പലവിധത്തിലുള്ള പദ്ധതികൾ ഒരുക്കുമ്പോൾ, നിരാശപ്പെടുത്തുമ്പോൾ, അടിമപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ രാത്രി പറയണം, ഞങ്ങളെ വിളിച്ചിരിക്കുന്ന കർത്താവിന്റെ കാൽപ്പാടുകളെ പിൻപറ്റുവാൻ, അവനെ അനുഗമിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ കൃപ ചെയ്തുകൊണ്ട് ദിവസങ്ങൾ നമ്മൾ മുന്നേറുവാൻ, ജയാളികളായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുണ ചെയ്യട്ടെ എന്നും ഈ രാത്രി ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതാണ് ഇവിടെ കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. ഇതാണ് എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു.
പറഞ്ഞു ഇതാണ് എൻ്റെ കാര്യം. പക്ഷെ അതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നോക്കണമേ, വെറുതെ പറ്റത്തില്ല. അതേപോലെ നിങ്ങളെ ആ ഒരു പദവിയിലേക്ക് എത്താൻ വേണ്ടിയാണ് ഞാൻ പരിശ്രമിക്കുന്നത്. അറിയാം, നമ്മുടെ മക്കളെയൊക്കെ ഉന്നതമായ സ്ഥാനത്തെത്താൻ വേണ്ടി മാതാപിതാക്കളൊക്കെ എത്ര കഷ്ടപ്പെടുന്നു അല്ലേ? നമ്മുടെ മാതാപിതാക്കൾ എത്ര കഷ്ടപ്പെട്ടാൽ നമ്മൾ വളർന്നു വന്നത്. നമ്മുടെ തലമുറകൾ ഒരു പദവിയിലെത്താൻ വേണ്ടി നമ്മൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ? എത്രയോ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാ പറഞ്ഞു, ഒരാളെ ഉയരത്തിലെത്തിക്കണമെങ്കിൽ, ഉന്നതത്തിലേക്ക് എത്തിക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ കഷ്ടതയുണ്ട്. എന്താ പറയുക, നിങ്ങളെ എൻ്റെ സിംഹാസനത്തിലേക്ക് എത്തിക്കണമെങ്കിൽ അതിൻ്റെ പിറകിൽ ഒരുപാട് കഷ്ടതയുണ്ട്. എന്താ പറയാണ്, ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. കഥ പറയുക, രക്ഷ എന്നുള്ളത് ഈ ഒരു അത്യുന്നതമായിരിക്കുന്ന പദവിയിലേക്ക് മണ്ണിൽ ജനിച്ച മനുഷ്യനെ വിണ്ണിന്റെ മക്കളാക്കി സിംഹാസനത്തിൽ എത്തിക്കണമെങ്കിൽ പറഞ്ഞു, കഷ്ടതയുടെ നാഴിക എനിക്കുണ്ട്. എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്തു പറയേണ്ടു? പറയാണ്, എന്നിൽ പിതാവ് തന്നിരിക്കുന്ന ദൗത്യം അത്ര വലുതാണ്. ഇന്ന് രാത്രിയിൽ ക്രിസ്തുവിനോട് സദൃശരാക്കി തീർക്കാൻ വേണ്ടി തൻ്റെ പുത്രൻ കഷ്ടം സഹിക്കണമെന്നുള്ളത്, ആ നാഴികയിലൂടെ കടന്നു പോകണമെന്ന് ദൈവത്തിന് ഹിതം. എന്നാൽ മനുഷ്യൻ എന്ന നിലയിൽ യേശു അനുഭവിക്കേണ്ട കഷ്ടത ഓർത്തപ്പോൾ അവൻ പറയുകയാണ്, എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. യേശു എല്ലാം അങ്ങ് ചെയ്താണെന്ന് ഏറ്റെടുക്കുകയല്ല ചെയ്തത്, പിതാവിനോട് യാചിച്ചാണ് ക്രിയ ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്ത് കഴിവുണ്ടെന്ന് പറഞ്ഞാലും എടുത്തു ചാടരുത് കൊട്ടോ. നമ്മുടെ യേശു നമുക്ക് മാതൃക കാണിച്ചു. കഥാപാദാവത്യം ചെയ്യാൻ വന്നതാ, എന്നാൽ നമുക്ക് അവൻ മാതൃക കാണിച്ചു. അവൻ മരണത്തെ ജയിച്ചു വരുന്നതിലേക്ക് ശക്തിയുള്ളവനാ. എന്നാൽ പിതാവിനോട്, പരിശുദ്ധാത്മാവിനോട് ചോദിക്കാതെ ഏകനായി ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞതുപോലെ, നമുക്ക് കഴിവുള്ളപ്പോൾ, അത് ചെയ്യാൻ കഴിയുമ്പോൾ ഞാനത് ചെയ്യും എന്നുള്ള അഹങ്കാരത്തോടെയല്ല യേശു പ്രവർത്തിച്ചത്. കർത്താവ് തൻ്റെ പിതാവിൻ്റെ കയ്യിലേൽപ്പിച്ചു കൊടുത്തു. ആ പിതാവിനോട് പറയുകയാണ്, ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. മരണവേദന പോലെ ഓരോ നിമിഷം എത്തുമ്പോഴും താൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടത വലുതായിരുന്നു. എന്നാൽ ആ കഷ്ടതയിൽ പിതാവാം ദൈവം തൻ്റെ പുത്രനെ കൈവിട്ടില്ല. തനിക്ക് പിൻവരുന്ന വലിയ മഹിമ കണ്ടുകൊണ്ടാണ് പിതാവാം ദൈവം ആ കഷ്ടതയിൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളെ ഗോതമ്പ് മണികളാക്കി എന്നോട് കൂടി ഇരുത്തുവാൻ വേണ്ടിയാണ് ഈ നാഴികയിലേക്ക് ഞാൻ പ്രവേശിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുക. ഞാനത് സഹിക്കുന്നത്, വഹിക്കുന്നത്, ഞാൻ കഷ്ടപ്പെടുവാൻ പോകുന്നത് പിതാവ് എനിക്ക് തന്ന പ്രവൃത്തിയാണ്. അവന് സ്വതവേ ഏറ്റെടുത്തതല്ല, പിതാവ് അവനിൽ കമ്മീഷൻ ചെയ്ത പ്രവൃത്തിയാണ് കഷ്ടം സഹിക്കണമെന്ന് പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞു. യേശുവിന് വരുന്ന കഷ്ടതയെക്കുറിച്ചും പിൻവരുന്ന മഹിമയെക്കുറിച്ചും എന്ത് ചെയ്തു? അവർ പ്രവചിപ്പാനിടയായി. അപ്പോൾ മനുഷ്യനായിരിക്കുന്ന ക്രിസ്തു വലിയ കഷ്ടത കണ്ടുകൊണ്ട് പറയുകയാണ്, എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്ത് പറയണ്ടോ? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ ഏത് നിമിത്തം നാഴികയിൽ വന്നിരിക്കുന്നത് തേജസ്കരിക്കപ്പെടുവാൻ പോവുകയാണ്. താൻ പുനരുത്ഥാനം പ്രാപിച്ച് മഹത്വം പ്രാപിച്ച് ഇവിടുന്ന് മടങ്ങിപ്പോവാൻ ആഗ്രഹിക്കുക. വന്ന ദൗത്യം തീരാൻ സമയമായി. തൻ്റെ ആ ശരീരം, തേജസ്സില്ലാത്ത ശരീരം, അത് മരിച്ചിട്ട് താൻ തേജസ് പ്രാപിക്കാൻ പോകുമ്പോൾ അതിൻ്റെ പിമ്പിൽ ഒരു കാര്യമുണ്ട്. തേജസ് നഷ്ടപ്പെട്ട മനുഷ്യനെ സൂര്യ തേജസ്സിന്റെ മക്കളാക്കി തീർത്ത് അവരെ സിംഹാസനത്തിരുത്താനുള്ള വലിയ ദൗത്യമാണ് പിതാവാൻ ദൈവം കൊടുത്തിരിക്കുന്നത്. എന്ന് പറയുന്നത്, ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിൽ വന്നിരിക്കുന്നു, എന്നെ രക്ഷിക്കണമെങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്ന പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണം പറഞ്ഞു. പിതാവേ, ഞാൻ ഈ ചെയ്യുന്നത്, ഞാൻ ഈ കഷ്ടം സഹിക്കാൻ പോകുന്നത് നിങ്ങളുടെ നാമത്തിന് മഹത്വമായി തരണമേ. ഒരു വിധത്തിലും നിങ്ങളുടെ നാമത്തിന് ദുഷിപ്പുണ്ടാകുവാൻ ഇടയാകാതിരിക്കുവാൻ
അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിപ്പാടെ. പ്രിയപ്പെട്ടവരെ, യേശു നമുക്ക് നല്ലൊരു മാതൃകയല്ലേ കാണിച്ചു തന്നത്. എല്ലാ കാര്യത്തിലും പിതാവാം ദൈവത്തോട്, പിതാവേ, ഞാൻ മുഖാന്തരമായി നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് യേശു പിതാവിനോട് അപേക്ഷിപ്പാനിടയാത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നാം ഉള്ളം കലങ്ങാറുണ്ട്, മനസ്സ് വേദനപ്പെടുത്താറുണ്ട്, പല വിഷയങ്ങളിൽ നാം കലങ്ങിപ്പോകാറുണ്ട്. നമുക്ക് ദൈവത്തോടെ, കർത്താവേ, നിന്റെ നാമനിമിത്തം എന്നെ രക്ഷിക്കണമേ, നിന്റെ നാമമഹത്വത്തിനാക്കി തീർക്കണമേ എന്ന് നമുക്ക് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തുമെന്നൊരു ശബ്ദമുണ്ടായി. അങ്ങനെ പ്രാർത്ഥിച്ചാൽ, തകർന്ന് പ്രാർത്ഥിച്ചാൽ സ്വർഗം ഉടനെ മറുപടി നൽകുന്നു. യേശു കലകി ഉള്ളം തകർന്നാണ് പ്രാർത്ഥിച്ചത്. ലാസറിന്റെ കല്ലറയ്ക്ക് ചെന്നപ്പോഴും യേശു ഉള്ളം കലങ്ങിയാണ് പ്രാർത്ഥിച്ചത്. ദിവസങ്ങളിൽ നമുക്കും ഉള്ളം കലങ്ങി മനസ്സ് തകർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസ്വർഗസ്നായ ദൈവം സമീപസ്ഥന പറഞ്ഞത്, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ ഞെരുങ്ങുന്ന തകർന്ന ഹൃദയത്തെ നിരസിക്കാത്ത ദൈവം, കലങ്ങിപ്പോകുന്ന അനുഭവങ്ങളിൽ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അവൻ സമീപസ്ഥനാണ്. എന്ന് പറയാണ്, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി. അത് കേട്ടിട്ട് അരികെ നിൽക്കുന്ന പുരുഷാരം ഇടിയുണ്ടായി എന്ന് പറഞ്ഞു. ഇടിനാദം മുഴങ്ങുന്ന പോലുള്ള ശബ്ദമാണ് സ്വർഗീയ ശബ്ദം. ആ ശബ്ദം കേട്ടപ്പോൾ അത് പറയാണ് ഇടിയുണ്ടായെന്ന്. ഇടിനാദം, അതേക്കുറിച്ച് ഞാൻ ഇപ്പോൾ കേൾക്കാൻ പോകുന്നില്ല. നമുക്ക് ദൈവത്തിന്റെ ശബ്ദം വെളിപ്പാട് ധാരാളമായി പറഞ്ഞു. ഇടിനാദം പോലുള്ള ശബ്ദമാണ് ദൈവശബ്ദം. ഇപ്പൊ അവർ പറയാണ് ഇടിയുണ്ടായെന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു. മറ്റു ചിലർ ഒരു ദൈവദൂതൻ അവനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. അവർക്ക് മനസ്സിലായി, യേശു ഉള്ളം കലങ്ങി തനിക്ക് വരാൻ പോകുന്ന കഷ്ടതകളെ കണ്ടുകൊണ്ട്, ആ തേജസ്കരിക്കപ്പെടുവാൻ സമയമെടുത്തപ്പോൾ കഷ്ടതയെ മുൻപിൽ കണ്ടുകൊണ്ട് ഉള്ളം കലങ്ങി പിതാവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ പിതാവാൻ ദൈവം അവന് സമീപസ്ഥനായി തീർന്ന് അവനോട് പറയുകയാണ്, ഞാൻ ഇനിയും മഹത്വപ്പെടുത്തും. അത് മറ്റവർക്ക് മനസ്സിലായി എന്താണെന്നുള്ളത്. അവ പറഞ്ഞു, ദൈവത്തോട് സംസാരിച്ചപ്പോൾ അതിന് യേശു, ഈ ശബ്ദം എൻ്റെ നിമിത്തമല്ല, നിങ്ങളുടെ നിമിത്തം മാത്രമേ ഉണ്ടായത്. അത് പറഞ്ഞു, ഞാൻ ഈ തകരുന്നത്, ഞാൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടം, സ്വർഗം എന്നെ ബലപ്പെടുത്തിയത്, അത് സംസാരിച്ചത് എൻ്റെ നിമിത്തമല്ല, എനിക്ക് വേണ്ടിയല്ല, എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയാണ്, ലോകത്തിന് വേണ്ടിയാണ്, മനുഷ്യന് വേണ്ടിയാണ് ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നത്. എൻ്റെ നിമിത്തമല്ല, നിങ്ങളുടെ നിമിത്തം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മഹത്വമായി തീരുവാനുള്ള ഒരു കൂട്ടം ജനത്തെ വാർത്തെടുക്കുവാൻ വേണ്ടിയാണ് യേശു തകർക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്തത്. നിങ്ങളുടെ നിമിത്തം മാത്രമേ ഉണ്ടായത്. ഇപ്പോൾ ഈ ലോകത്തിന് ന്യായവിധി, അത് സമയം പോയതുകൊണ്ട് രാത്രി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. ഇത് വെച്ചാൽ അടുത്ത ആഴ്ച നമുക്കത് കേൾക്കാം. അതുകൊണ്ട് കർത്താവ് കാണിച്ച മാതൃക പ്രകാരം നമുക്ക് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് പറയുകയാണ്, ഇത് എൻ്റെ നിമിത്തമല്ല, നിങ്ങളുടെ നിമിത്തം അത്രേ ഉണ്ടായത്. അത് സ്വർഗീയ പിതാവാം ദൈവം തൻ്റെ പുത്രൻ ഉള്ളം കലങ്ങി തനിക്ക് വരാൻ പോകുന്ന കഷ്ടതകളെ ദൈവത്തിൽ വെച്ചുകൊണ്ട് നാഴികയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞിട്ട്, നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി അത് തീർക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം അത് അംഗീകരിപ്പാനിടയായിട്ട്. എന്നെ കേൾക്കുന്ന നാം ഒന്നിച്ച് ചിന്തിക്കുന്ന ദൈവപ്രകാരം നമുക്ക് രാത്രി ദൈവത്തെ പറയാൻ, കർത്താവേ, ഞങ്ങൾ പലപ്പോഴും ഉള്ളം കലങ്ങി ഞങ്ങളിരിക്കുന്ന അവസ്ഥകളുണ്ട്, ഞങ്ങൾ ഭാരപ്പെട്ടു പോകാറുണ്ട്. എൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ കണ്ണുകളും ദൈവം അടയപ്പെട്ടാട്ടെ. നമുക്ക് ദൈവത്തെ പറയാൻ, കർത്താവേ, ഞങ്ങളുടെ ഭാരം, ഉള്ളം കലങ്ങുന്ന അവസ്ഥകൾ, വേദനകൾ എല്ലാം ഉണ്ടാകുമ്പോൾ കർത്താവേ, അങ്ങ് കാണിച്ച മാതൃക പ്രകാരം ഞങ്ങൾ രാത്രി അങ്ങയുടെ സ്ഥലത്തേക്ക് അടുത്തു വരികയാണ്. ഞങ്ങളെ രക്ഷിക്കണമേ, മഹത്വത്തിനായി തീർക്കണമേ. ഒരിക്കലും തിരുനാമം ദൂഷിക്കുന്ന ഒന്നും സംഭവിക്കാതെ ഞങ്ങളുടെ മഹത്വം ഞങ്ങളോട് വെളിപ്പെടുവാൻ പുത്തൻ കാണിച്ച മാതൃക പ്രകാരം ഞങ്ങൾക്കും ദിവസങ്ങളിൽ ജീവിച്ചു പോകുവാൻ കൃപ നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം വെച്ചാൽ വരുന്ന ആഴ്ചയിൽ കർത്താവ് താമസമെങ്കിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് വിരിക്കപ്പെട്ട ചിറകിൽ നമുക്ക് അറിയപ്പെടാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.